ഗുരുവിൻ്റെ പ്രാണനാണ് ശിഷ്യരിലേക്ക് വ്യാപരിക്കുന്നത്. 100%. ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴേ എൻ്റെ ശിഷ്യന്മാർ സന്തോഷമായിട്ട് ഇരിക്കുള്ളൂ, എൻ്റെ മക്കൾ സന്തോഷമായിട്ട് ഇരിക്കുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു മൂമെൻറ്റിൽ എനിക്ക് എങ്ങനെ വിഷമിക്കാൻ പറ്റും? എവിടെയും നിങ്ങൾക്ക് ഗുരുവിനെ കാണാൻ സാധിക്കുന്നു? 2 ഗുരു, കാരണഗുരു ഉള്ളിലിരുന്ന് കാര്യഗുരുക്കന്മാരിലേക്ക് നിങ്ങളെ നയിച്ചുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെ തന്നുകൊണ്ടേയിരിക്കുന്ന മനോഹരമായൊരു പ്രക്രിയ. അതാണ് ആശാനക്ഷരം 1 പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യൻ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയെ നമസ്കരിക്കാറുണ്ട്. എൻ്റെ മക്കളുടെ അമ്മ, അവളുടെ ഒരു ദിവസം പോലും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അവൾ ചെയ്യുന്ന ടാസ്ക് എൻ്റെ അമ്മയെ ഞാൻ നമസ്കരിക്കാറുണ്ട്. അതുപോലെ തന്നെ കണ്ടിട്ട് സെക്കൻഡ് മദർ എന്നാണ് പറയാം ഭാര്യ. ദേവി ഉപാസന എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയുടെ മുമ്പിൽ നമസ്കരിക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ അമ്മയുടെ മുമ്പിൽ നമ്മൾ നമസ്കരിക്കും? മിസ്ഗൈഡിങ് ഈസ് എ വെരി ബാഡ് തിങ്. അറിയില്ലെങ്കിൽ വേണ്ട, അറിയില്ല എന്ന് പറഞ്ഞോളൂ, വിട്ടോളൂ. അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാം. എൻ്റെ അഭിപ്രായത്തിൽ ഇതിങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ യുക്തിക്ക് ഇതിങ്ങനെയാണ് തോന്നുന്നത്. പൗലോ പറയുന്നില്ലേ, നിങ്ങളെടുക്കുന്ന തീരുമാനം അത്രയും ദൃഢമാണെങ്കിൽ പ്രപഞ്ചം മുഴുവൻ അതിനെ സാധൂകരിക്കാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നില്ലേ. അത് ഈ ഒരു കൺസെപ്റ്റിലും കൂടി പറഞ്ഞാൽ നമ്മളൊരു തീരുമാനം എടുത്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് ഈ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ മൈൻഡ് സെറ്റും കൂടി, വാരിയർ മൈൻഡ് സെറ്റ് എന്ന് ഞാൻ എന്നെ വിളിക്കും, വീരന്മാരുടെ മനോനില. സ്വാഭാവികമായിട്ട് എല്ലാ ജീവജാലങ്ങളിലും ഈയിടെ വന്നിട്ടുള്ളൊരു ഇതാണല്ലോ, ലൈക്ക് നമുക്ക് സക്സസ് ഒരു എത്രയും പെട്ടെന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഫെയിലിയർ ആണെന്ന് ആൾക്കാർ എന്താ പറയുക, നമ്മളെ എന്താ പറയുക വിധി എഴുതുക എന്ന് പറയുമല്ലോ. അപ്പോൾ യോഗ എന്നുള്ളൊരു സാധനം ഞാൻ പലതവണ കേട്ടിട്ടുണ്ട്. നിങ്ങൾ തടി അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു ലക്ഷ്യം വെച്ച് ചെയ്യുന്ന യോഗയ്ക്ക് അത് കിട്ടാൻ ചിലപ്പോൾ ഇപ്പോൾ 10 പേർ ഒരുമിച്ച് യോഗ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് 2 ദിവസം കൊണ്ട് കിട്ടാം, മറ്റാൾ ചിലപ്പോൾ 3 വർഷം കൊണ്ട് കിട്ടാണ്ടിരിക്കാം. അത് ഈ മനസ്സിനായിട്ട് റിലേറ്റഡ് എല്ലാം അതിപ്പം കർമ്മമായിട്ടായിരിക്കാം, പൂർവ്വജന്മത്തിൽ ചെയ്ത കാര്യങ്ങളുണ്ടായിരിക്കാം. എന്നോടൊരു പെൺകുട്ടി വന്നിട്ടൊരു ചോദ്യം ചോദിച്ചു ഒരിക്കൽ, സർ വാട്ട് ഐ വിൽ ഗെറ്റ് ബൈ ഡൂയിങ് യോഗ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇഫ് യു ഡു യോഗ ഫോർ സംതിങ് യു വിൽ ഗെറ്റ് നത്തിങ്. ഇഫ് യു ആർ ഡൂയിങ് യോഗ ഫോർ നത്തിങ് യു വിൽ ഗെറ്റ് എവറിത്തിങ്. അതെ, ആ ഒരു സമീപനമാണ് യോഗ. കാരണം ഞാൻ ഒന്നിനു വേണ്ടിയല്ല ചെയ്തത്. ഞാൻ ജസ്റ്റ് എൻ്റെ അടുത്ത് അമ്മ ചോദിച്ചിട്ടുണ്ട്, രാവിലെ 1 മണിക്കൂർ നീ എന്തിനായി സമയം കളയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്. അതാ ശരിക്കും പറഞ്ഞാൽ അമ്മ കൂടുതൽ സമയം പഠിക്കേണ്ട സമയത്ത് നമ്മളിതൊക്കെ ചെയ്യുമ്പം ഉണ്ടാവുന്നൊരു മാറ്റം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചവരുണ്ട്. ഞാനിത് ജീവിക്കാൻ വേണ്ടി ചെയ്തതല്ല. ഞാൻ സ്വയം ഐ എം സെലിബ്രേറ്റിംഗ് മൈസെൽഫ്. ഇതുപോലെ താങ്കളെ സെലിബ്രേറ്റ് ചെയ്യുന്നു. നമ്മുടെ കാണുന്ന ആളുകൾ മുഴുവൻ അവരവരെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അങ്ങനെ നിങ്ങളാണ് നിങ്ങളുടെ സെലിബ്രിറ്റി. നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങുന്നു. ആ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ സെലിബ്രേഷനിലേക്ക് വേറൊരാൾ കടന്നു വരുമ്പോൾ അവരെയും നമുക്ക് സ്വീകരിക്കാൻ പറ്റും, അവരെയും നമ്മൾ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. യോഗിമാരെയൊക്കെ ശ്രദ്ധിച്ചു നോക്കുക, അവരെല്ലാവരും അവരെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ പ്രോസസ്സിലും അവരുടെ ഡിസിപ്ലിൻ ഓഫ് ലൈഫിലും അവരിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ വരുമ്പോൾ, ആ പോരെ നീയും കൂടെ കടന്നു വാ, നിന്നെയും അവനും അതേ അനുഭവിക്കുന്നു. അങ്ങനെ ആനന്ദം എന്ന് പറയുന്നത് ഒരു എന്തായാലും പകർന്നു പോകുന്നൊരു സാധനമാണ്. ഇപ്പോൾ നമുക്ക് യോഗയിൽ നിന്ന് നമുക്ക് ഈ ശരീരബോധം അല്ലെങ്കിൽ ശരീരം ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ്, അപ്പോൾ അങ്ങയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൊക്കെ ചെയ്യുന്ന നോക്കുമ്പോൾ വളരെ ഡിഫിക്കൽട്ടായുള്ള ആസനങ്ങളൊക്കെ അങ്ങ് വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ആരും എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ എന്താ പറയുക അത് ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനത്തെ അത്രയും അത് ചെയ്യാൻ സാധിച്ചത് അങ്ങ് ഈ ഞാൻ ഈ ചോദ്യം ഇതിലേക്കാണ് പോകുന്നത് വെച്ചാൽ, ഈ അങ്ങ് വേറെ കുറേ മുറകൾ അല്ലെങ്കിൽ കളരി, പിന്നെ താഴ്ച എന്താ താഴ്ച ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ താഴ്ച പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? കാരണം 2-3 സ്റ്റുഡൻസൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ഈ ഒരു ഇങ്ങനെയുള്ളൊരു ഫിസിക്കൽ ഫോംസ് ഓഫ് എന്താ പറയുക സാധന അല്ലേ, ശരിക്കും പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഫോം ഓഫ് സാധനയാണ്. അപ്പോൾ ഇതിലേക്കുള്ള ആ യോഗയിൽ നിന്ന് താഴ്ചയിലേക്കും അല്ലെങ്കിൽ അതിൽ നിന്ന് കളരിയിൽ നിന്ന് താഴ്ചയിലേക്കും ഇങ്ങനെയുള്ള യാത്ര എങ്ങനെയാണ് വന്നത്? ആദ്യം തുടങ്ങിയത് കളരിയാണ് ആദ്യം തുടങ്ങിയത്. കളരി എന്നാണ് യോഗത്തിലേക്ക് എത്തുന്നത്. അവിടെ നിന്നാണ് ഞാൻ താഴ്ചയിലേക്ക് എത്തുന്നത്. കുറേ മാർഷൽ ആർട്സ്, കിട്ടുന്ന മാർഷൽ ആർട്സ് ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വിങ് ചുന്നിൻ്റെ ബേസിക്സ്. ഇത് ശരിക്കും ശരീരം കൊണ്ട് ചെയ്യുന്നൊരു സാധനയാണ്, മന്ത്രസാധന പോലെ തന്നെ. ഇപ്പോൾ ഒരു നേരുകാല് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ ആ നേരുകാല് ചെയ്യുന്നത് ദേവിയുടെ മുമ്പിലാണ് ചെയ്യുന്നത്. ഞാനത് എൻ്റെ നാടിയാണ് കറക്റ്റാവുന്നത്, ഇടയും പിങ്കളയാണ് കറക്റ്റാവുന്നത്. അതാണ് ശരിക്കും ഒരു കാലെടുപ്പിൽ ഇടയും പിങ്കളയും കറക്റ്റാവുന്നുണ്ട്. അതുപോലെ ഒരു ആസനം ചെയ്യുമ്പോൾ അതുപോലെ നാഡികൾ ശുദ്ധിയാവുന്നുണ്ട്, പ്രാണൻ ശുദ്ധിയാവുന്നുണ്ട്.
അതുകൊണ്ടാണ് അങ്ങയുടെ ഈ വിദേശ രാജ്യ ക്ലാസ്സുകൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആവുന്നത്. അതെ, അവർക്ക് കൂടുതൽ അറിയേണ്ടത് നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ സംസ്കാരത്തെ സ്നേഹിക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളവർ. കൃത്യമായ ചോദ്യം, കൃത്യമായ രീതിയിൽ അത് പരിശീലിക്കാനും അതിനെ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം എന്താ വെച്ചാൽ കൂടുതൽ പഠനം അവർ നടത്തുന്നുണ്ട്. അവർക്ക് എങ്ങനെ കൂടുതൽ സന്തോഷവാന്മാരായിട്ടിരിക്കാൻ പറ്റും എന്നുള്ളൊരു ത്വര അവർക്കുണ്ട്. പലർക്കും വളരെ വ്യത്യസ്തമായ, നമ്മൾ മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ ഓൺലൈനിൽ കൊടുക്കുമ്പോൾ പോലും അവർ പോകുന്നൊരു തലം വളരെ ഡീപ്പാണ്. കരയാറുണ്ട് പലരും. അതായത് ആ തലത്തിലേക്ക് എത്തിന്ന് ഞാൻ എത്ര കാലമായി ശ്രമിക്കുന്നു എന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ അങ്ങ് ആ ധാരണ എന്നുള്ള കോൺസെപ്റ്റിലേക്കാണ് ഇപ്പോൾ ഈ ധ്യാനം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഈ അങ്ങ് ഈ ഷഡ്ചക്ര രീതിയാണോ പ്രൊമോട്ട് ചെയ്യുന്നത്? എങ്ങനെ അത്? അപ്പോൾ കഴിഞ്ഞ ഏതൊരു നമ്മളൊരു പോഡ്കാസ്റ്റിൽ നമ്മളിപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ചക്രം നമ്മുടെ ശരീരത്തിലില്ല. അപ്പോൾ ഈ ചക്രം പോലും നമ്മളുടെ ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ധാരണയല്ലേ അത്? ചക്രത്തിന് ഒരിക്കലും ധാരണ എന്ന് മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ഈ റൂട്ട് ബാക്കിൽ ചെറിയൊരു ബീറ്റ് വരും. ശ്രദ്ധിച്ചാൽ മതി. സ്വാധിഷ്ഠാനമാണ് ബീറ്റ് ചെയ്യുന്നത്. അതൊരു സൈനാണ്, നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം കുറഞ്ഞു എന്നുള്ള ഒരു സൈനാണ്. അപ്പോൾ ആ ചക്രം അവിടെ ഇല്ലേ ചോദിച്ചിട്ടുണ്ട്. ആ ബീറ്റ് അത് അനുഭവിച്ചവന് മാത്രമേ ചക്രം ഉള്ളൂ, അനുഭവിക്കാത്തവനത് മിത്താണ്. അപ്പോൾ അത് അനുഭവിക്കണമെങ്കിൽ അങ്ങ് പറഞ്ഞ ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് ആളുകൾ പ്രാണായാമം ആ പ്രക്രിയയിലൂടെ കടന്നു പോകണം. അത് മാത്രമല്ല, അതിനോട് അഗമ്യമായ നമ്മൾ നടക്കുന്ന വഴിയിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ്, ഡീപ്പ് ട്രസ്റ്റ് ഉണ്ടായിരിക്കണം നമുക്ക് ആ നടക്കുന്ന വഴി. സംശയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. സംശയമല്ല അവിടെ. നമ്മൾ സീക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ ബിലീവേഴ്സ് അല്ല, കൂടുതൽ സീക്കേഴ്സാണ്. തിരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, സീക്ക് ചെയ്യണം നമ്മൾ ചെയ്യുന്നത്. ആ സീക്കറിൻ്റെ മൈൻഡ് എത്രത്തോളം നിങ്ങൾക്കുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാനായിട്ട് പറ്റും. ഈ 6 ചക്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റും. അതായത് അത് ബീറ്റായിട്ടും ചിലപ്പോൾ ഒരു എനർജി ഓപ്പണിംഗ് ആയിട്ടും ചിലപ്പോൾ എല്ലാവർക്കും അനുഭവിക്കാവുന്നൊരു ചെറിയൊരു 7ാമത്തെ ചക്രം ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറഞ്ഞേക്കുന്നുണ്ടല്ലോ. ആ സഹസ്രാരം ഉണ്ടല്ലോ. അപ്പോൾ അപ്പോൾ ഈ ചക്രങ്ങളുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയാൻ കഴിയും. അങ്ങിപ്പോൾ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാന ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഫിസിക്കൽ എക്സസൈസിന് ശേഷമാണോ അങ്ങ് ഈ ധ്യാനത്തിലേക്ക് കിടക്കുന്നത്? പ്രാണായാമം എല്ലാം അപ്പോൾ ഈ പ്രാണനെ നിങ്ങൾ സ്റ്റെബിലൈസ് ചെയ്യല്ലേ ചെയ്യുക? അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണോ ചക്രത്തിലേക്ക് കിടക്കുന്നത്? പ്രാണനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഇപ്പം ചലയവാദേ ചലേ ചിത്തം നിശ്ചലേ ഭവേത് എന്ന് പറയാറുണ്ട്. ഞാൻ മനസ്സിലാക്കിയൊരർത്ഥം, അതിൻ്റെ ഡീപ്പായിട്ടുള്ള മീനിങ്ങിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഞാൻ മനസ്സിലാക്കിയൊരർത്ഥത്തിൽ ഇത് പറയണമെങ്കിൽ ഈ നമ്മുടെ വായു ചലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ഇതിനെ സ്ഥിരപ്പെടുത്താതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ മനസ്സിങ്ങനെ ചഞ്ചലായിക്കൊണ്ടിരിക്കും. ചഞ്ചലായ മനസ്സ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അന്വേഷിക്കാൻ പറ്റുമോ? സംശയഗ്രസ്തമായ മനസ്സ് വെച്ചിട്ട്, സംശയം ചെറിയ തോതിൽ നല്ലതാണ്, വലിയ തോതിലേക്ക് മാറുമ്പോൾ എല്ലാറ്റിനോടും സംശയമാണെങ്കിലും. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ടാണ് പ്രാണായാമം ചെയ്തിട്ട് നമുക്കൊരു സ്ഥിരത കൈവരുത്തി മനസ്സിനൊന്ന് ശാന്തമാക്കി അടക്കിയതിന് ശേഷം മാത്രമാണ് ഈ പറയുന്ന ചക്രങ്ങളിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ ആദ്യം കുറച്ച് മുന്നേ പറഞ്ഞാൽ ഇരിക്കാനുള്ളൊരു സ്ഥിതി ഉണ്ടാക്കി, പിന്നെ അതിൻ്റെ ഉള്ളിലെ പ്രാണനെ ഒന്ന് സ്ഥിരപ്പെടുത്തി, എന്നിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ചക്രത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ചക്രത്തിന് ആദ്യം നമ്മൾ അത് ഫിലോസഫിക്കലി പഠിക്കണം. അതിനെ ഡീപ്പായിട്ട് 6 ചക്രങ്ങൾ. ഇപ്പോൾ ഏതൊരാൾക്കും പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ പെട്ടെന്നൊരു ബീറ്റ്, തുടിപ്പ്, ചൂട്, അത് ഫീൽ ചെയ്യും. അപ്പോൾ അത് അവിടെ ഇല്ലേ? അവിടെ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് അനുഭവപ്പെടുന്നത്. എത്രയോ പേര് ഇപ്പോൾ കേട്ടിരിക്കുന്ന എത്രയോ പേർക്ക് ഉണ്ടായിരിക്കാം. ഇപ്പം 6 ചക്രങ്ങൾ: മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. എല്ലാവരും ഏത് സിസ്റ്റത്തിൽ പോയാലും ഇതെടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ തായ്ച്ചിയുടെ സിസ്റ്റത്തിലെ അബ്ഡോമനാണ് എനർജി സെൻറ്റർ, ഡാൻറ്റൈൻ എനർജി എന്ന് പറയുന്ന എനർജി സെൻറ്റർ. മണിപൂരകം, നമ്മുടെ എനർജി സെൻറ്റർ മണിപൂരകം തന്നെയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ പ്രാണായാമം ചെയ്യുമ്പോൾ എനർജി നമുക്ക് ബേസ്റ്റ് ചെയ്യുന്ന അവിടെ നിന്നാണ്. അത് അഗ്നിയുടെ സ്ഥാനമാണല്ലോ. 5 ചക്രങ്ങൾക്ക് 5 ബേസിക് എലമെൻസ് ആയിട്ട് കണക്ഷൻ ഉണ്ട്. മൂലാധാരം എർത്താണ്, സ്വാധിഷ്ഠാനം വെള്ളമാണ്, മണിപൂരകം അഗ്നിയാണ്, അനാഹതം എന്ന് പറയുന്ന വായുവാണ്, ആകാശം എന്ന് പറയുന്ന വിശുദ്ധിയാണ്. ഇനി അതിൻ്റെ ഒരു രൂപം ഒന്ന് നോക്കിയാൽ, മൂലാധാരത്തിൽ മുമ്പ് അതിൻ്റെ രൂപമുണ്ട്, ഭൂമിയാണ്, കാണാൻ പറ്റും, ടാഞ്ചിബിളാണ്. അതിനൊരു സോളിഡ് ആയിട്ടുള്ള രൂപമുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത ഘട്ടം സ്വാധിഷ്ഠാനം, വാട്ടറാണ്, അവിടെ രൂപമുണ്ട്. അത് ഏത് രൂപത്തിലേക്ക് മാറാം, ഒഴുക്കാണ്, കാണാൻ പറ്റും. മുകളിലേക്ക് വന്നു അഗ്നി, രൂപം നിശ്ചയിക്കാൻ പറ്റില്ല, പക്ഷെ കാണാൻ പറ്റും. ഒരിക്കലും രൂപം അഗ്നിയുടെ നിശ്ചയിക്കാൻ പറ്റില്ല. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ വായു ഉണ്ട് എന്നറിയാം, എക്സ്പീരിയൻസ് ചെയ്യാം, പക്ഷെ കാണാൻ പറ്റില്ല. ആകാശം,
ആകാശം കാണുന്നതാണോ ആകാശം ചോദിച്ചാൽ അവിടെ പോയാൽ മാത്രമേ അറിയുള്ളൂ. ഒന്ന് നോക്കൂ. അതുകൊണ്ടാണ് ഇനി ഓരോ ചക്രങ്ങളുടെയും ഒരു ഇത് അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ സ്വാധിഷ്ഠാനം ക്രിയേഷനാണ്. ക്രിയേഷൻ നടക്കുന്ന ഏതിലാണ്? വാട്ടർ. എനർജി സെൻറ്ററായിട്ട് പറയുന്നത് മണിപൂരകം, അഗ്നി. നമ്മുടെ എനർജി സെൻറ്റർ ഇനി അതിനെ സയൻറ്റിഫിക്കായിട്ട് യോജിപ്പിച്ച് നോക്കും. നിങ്ങളുടെ എനർജി സെൻറ്റർ ഏതാ? അബ്ഡമൻ അല്ലേ? കഴിക്കുന്ന ഭക്ഷണം അവിടെ പോയിട്ട് പ്രോസസ്സ് ചെയ്തിട്ടാണ് എനർജി സെൻറ്റർ ഉണ്ടാകുന്നത്. ഈവൻ പിക്ചറിൽ പോലും കാണിക്കുന്ന ബേണിംഗ് അവിടെയാണ്. ആ ബേണിംഗ് അവിടെയാണ്. ഇനി ഇതിലേറ്റവും നല്ലത് ഈ ആദ്യത്തെ 3 ചക്രങ്ങളെ നമ്മൾ ഭൗതികമായിട്ടുള്ള ചക്രങ്ങളായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആത്മീയമായിട്ടുള്ള ചക്രങ്ങളായിട്ട് പറയാം. ഇതിൻ്റെ ഏറ്റവും രസം എന്താ വെച്ചാൽ ഇതൊരു ഡോറാണ്, വിശുദ്ധി എന്ന് പറയുന്നത്, ത്രോട്ട് ചക്ര. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പേര് വിശുദ്ധി. ശുദ്ധീകരിക്കപ്പെട്ടവന് മുകളിലേക്ക് പോകാം. വിശുദ്ധിയാണ്. അപ്പോൾ നമ്മുടെ വാക്കുകൾ വിശുദ്ധമാവും. വാഗ്ദേവത അവിടെ ഇരിക്കുന്നത് അത് ശരീരമാകമാനമുണ്ട്. നമുക്ക് എവിടെ സ്ഥാനമായിട്ട് ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കൃത്യമായി ഒരു ഡോറായിട്ട് പറയാം. ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് നോക്കാം, ആജ്ഞ, കമാൻഡിങ് ആണ്. പിന്നെ സഹസ്രാരം എല്ലാം ലയിച്ചു ചേർന്നൊരവസ്ഥയാണ്. ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് ഇതാണ് വിശുദ്ധീകരിക്കപ്പെടണം. ഇവിടുന്ന് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവന് മുകളിലേക്ക്. ഇതുവരെ ഇങ്ങനൊരു പ്രോസസ്സ് സാധാരണഗതിയിൽ ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലവ് ആണ്. പ്രണയം, നമ്മൾ പ്രണയമല്ലേ. ഇപ്പം ഞാനെന്ന് പറയുമ്പോൾ നമ്മൾ പറയല്ലേ ബുദ്ധിയാണ് നമ്മളെല്ലാം. നമ്മൾ ആരെങ്കിലും ഞാനെന്ന് പറഞ്ഞിട്ട് ഇവിടെ തൊട്ടില്ല. ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത് ഞാൻ. അപ്പോൾ നമ്മുടെ ഈ യൂണിവേഴ്സൽ ലവിൻ്റെ പ്രതീകം കൂടിയാണ്, സ്നേഹത്തിൻ്റെ പ്രതീകം കൂടിയാണ് ഈ ഹാർട്ട് ചക്രം എന്ന് പറയുന്നത്. ഈ റിലേഷണൽ ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഹാർട്ട് ചക്രം ബ്ലോക്ക് ആകുമ്പോഴാണ്, അനാഹതം ബ്ലോക്ക് ആകുമ്പോഴാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റിലേഷണൽ ഇഷ്യൂസാണ്. ഹാർട്ട് ചക്ര ഹീൽ ചെയ്യപ്പെടുമ്പോൾ കുറേശ്ശെ അതിന് മാറ്റം വരും. അത് നമ്മുടെ കാഴ്ചപ്പാടുകൾ കുറച്ച് പിന്നെ പറഞ്ഞ പോലെ ഈ അനാഹത ചക്ര നമ്മൾ പിടിക്കുന്ന സമയത്ത് ഈ വിരൽ ഇങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ ഇവിടെ തൊടുന്നത് അല്ലേ? ചില ക്രിയകൾ അങ്ങനെ പല ക്രിയകളുണ്ട്. ഇപ്പോൾ ഈ മനസ്സിനെ ചൂണ്ടിക്കാണിക്കുന്നതിൽ എന്തെങ്കിലും ഓരോന്നിനും ഇപ്പം അങ്ങ് പറയുമ്പോഴാണ് ഞാൻ അതിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് പോലും ചിന്തിച്ച് നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ കോൺഷ്യസ് ആയി ചിന്തിക്കുമ്പോൾ നമുക്ക് പല ഉത്തരം നമുക്ക് തന്നെ കണ്ടെത്താം. അങ്ങ് സെൽഫ് സ്റ്റഡി ചെയ്യുന്ന പല കാര്യങ്ങളും പറയാറുണ്ട്. അതെ, അതിങ്ങനെയും തൊടാറുണ്ട് നമ്മൾ. അത് നമ്മൾ ജീവിക്കുമ്പോഴൊക്കെ പല രീതിയിലാണ്. ചില ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 108 അല്ലേ മെത്തേഡ്സ് അല്ലേ? ഹൗ മെനി മെത്തേഡ്സ് അതെ ലൈക്ക് മെഡിറ്റേഷൻ വരുന്ന സമയത്ത് അത് പല ഭൈരവതന്ത്രത്തിൽ 112 ഭൈരവതന്ത്രം. അപ്പോൾ ആ തന്ത്രങ്ങളിലൂടെ പോണ സമയത്ത് ഈ സീക്കർ എന്നുള്ള പേര് വരാനുള്ള കാരണം അതുകൊണ്ടാണ്. നമുക്ക് ഏതാണോ ചൂസ് ചെയ്യാൻ പറ്റുക, നമുക്ക് ഏതാണോ വർക്കൗട്ട് ആവുക എന്ന് പറയാൻ പറ്റില്ല. എല്ലാ കാണുന്ന മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇല്ല. അതിൻ്റെ ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുമ്പിലിരിക്കുന്ന ഒരാൾ ഏത് തലത്തിലായിരിക്കുന്നത് എന്നുള്ള അസസ് ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് കഴിയുക എന്നുള്ളതാണ്. അങ്ങനെ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ഗൈഡ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അയാളുടെ തലത്തിൽ ഇറങ്ങി ചെന്നുകൊണ്ട്, അതായത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 10ാം ക്ലാസ്സുകാരൻ്റെ മാത്സ് പ്രോബ്ലം അതുകൊണ്ട് അങ്ങ് വലിയ മാത്സ് ക്ലാസ്സുകൾ എടുക്കാത്തത്. ചെറിയ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അത്ര എഫക്റ്റീവാണ്. എനിക്ക് രസമാണ് അവരുടെ അനുഭവം കേൾക്കുക. എല്ലാ ദിവസവും അവർക്ക് വേണ്ടത് കൊടുക്കാൻ സാധിക്കും. ഗ്രൂപ്പിലും കൊടുക്കാൻ പറ്റും. വലിയൊരു മാസമായിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് എവിടെയെങ്കിലുമൊക്കെ ഡൈല്യൂട്ട് ചെയ്യപ്പെടാം. ഞാൻ അത്രയും ഡൈല്യൂട്ട് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ രസകരമായിട്ടൊരു ചെറിയൊരു ഗ്രൂപ്പ് അത് ആസ്വദിക്കുമ്പോൾ, യോഗമായാലും ധ്യാനമായാലും അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായാലും എന്തായാലും അത് കൊടുക്കാൻ പറ്റുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷമുണ്ട്. അതായത് എല്ലാവരും സറണ്ടറിനെ പറ്റി 1 മണിക്കൂർ ഒരു സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ളൊരു ലേഡി വന്നിട്ട് എന്നോട് പറയുകയാണ്. അങ്ങനെ അവരൊരു ഗുരുവിനെ പറ്റിയും ഗീതയെ പറ്റിയൊക്കെ പറയുകയാണ്. അപ്പം എൻ്റെ കോൺഷ്യസ്നെസ് ഉണ്ട്, മറ്റേ 2 കോൺഷ്യസ്നെസ്സിനെ പറ്റി അവർ പറയുകയാണ്. എനിക്കൊരു കോൺഷ്യസ്നെസ് ഉണ്ട്, ഗോഡ് കോൺഷ്യസ്നെസ് ഉണ്ട്, എനിക്ക് അപ്ലിഫ്റ്റ് ചെയ്യണം. നല്ല ചിന്തകൾ മുഴുവൻ എൻ്റെ കോൺഷ്യസ്നെസ് എന്നാണ് വരുന്നത്. നല്ല ചിന്തകൾ മുഴുവൻ ഗോഡ് കോൺഷ്യസ്നെസ് എന്നാണ് വരുന്നത്. മോശമായ ചിന്തകൾ എൻ്റെ കോൺഷ്യസ്നെസ് എന്നാണ് വരുന്നത്. എന്തുകൊണ്ട് പിന്നീട് ഇവർ പറയുന്നത് സറണ്ടറിനെ പറ്റിയിട്ടാണ്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചത്, ആർ യു സറണ്ടേർഡ് എന്ന് ചോദിച്ചു. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചു, അതിനൊരൊറ്റ മറുപടിയും ഞാൻ പറഞ്ഞു കൊടുത്തത്, നിനക്കിപ്പോഴും നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ധാരണയുണ്ട്. ആ കാലം വരെ നമ്മൾ സറണ്ടർഡ് ആയിട്ടില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനൊരു ഒഴുക്കാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അവരൊന്നും പറയാണ്ട് എഴുന്നേറ്റ് പോയി. ഞാൻ വിചാരിച്ചു ഞാനായിട്ട് പിണങ്ങിപ്പോയതാണെന്ന് വിചാരിച്ചു. ഞാൻ അടുത്ത ദിവസം വെയിറ്റ് ചെയ്യുമ്പോൾ ആ ലേഡി ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ക്യാൻ ഐ സിറ്റ് വിത്ത് എന്ന് വെച്ചപ്പോൾ ഞാൻ യെസ് പ്ലീസ്. എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ നിങ്ങൾ ചോദിച്ച ചോദ്യം ഇരുന്ന് ആലോചിക്കുന്നു, ഐ എം ഐ സറണ്ടേർഡ് അല്ല എന്ന് പറഞ്ഞു. ഞാൻ ഗീത ക്ലാസ് 32 തവണ ഗീത വായിച്ചു. തിരുവണ്ണാമലയിലുള്ള ക്ലാസ്സുകളല്ലേ?
അല്ല, ഞാനിത് യോഗസുധ എന്ന് പറയുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായൊരു അനുഭവമാണ്. അപ്പം അവർ പലപ്പോഴും ഞാൻ രസകരമായ ചോദ്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ വരിക. ഒരാളിങ്ങനെ ഒരു കഥ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അപ്പം ചില ആൾക്കാർ പറയും, ഐ ആം റിയലി അഫ്രൈഡ് ടു സിറ്റ് വിത്ത് യു. സോ വൈ? ബിക്കോസ് യു ബ്രേക്ക് മൈ ബിലീഫ് വിത്ത് സം ക്വസ്റ്റ്യൻസ്. സോ ഇഫ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബ്രോക്കൺ, ഇറ്റ് ഷുഡ് ബ്രേക്ക്. പൊളിയേണ്ടതൊക്കെ പൊളിഞ്ഞു പോകണം, ഉറയ്ക്കാത്താണ്. ഒരു തവണ ഞാനൊരു പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പം അത് എക്സാക്ട്ലി ഞാൻ ചെയ്യുന്ന പല ഉപാസനാക്രമങ്ങളിലെയും അപ്പുറത്തേക്കാണ് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുസ്തകം അടച്ചു വെച്ച് പേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ കണ്ണടച്ചിട്ട് ഞാൻ അമ്മേനെ, എൻ്റെ ഉള്ളിൽ ഞാൻ അമ്മയായിട്ട് നടത്തുന്ന കോൺവെർസേഷനുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് പോയിട്ട് ഞാൻ ചോദിച്ചു, അതേ ഇതിപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഉറയ്ക്കാത്ത എല്ലാം പൊളിഞ്ഞു പോട്ടെ എന്നൊരൊറ്റ വാക്കാണ് പറഞ്ഞു മോളിൽ നിന്ന്. ഉറയ്ക്കാത്ത എല്ലാം പൊളിഞ്ഞു പോട്ടെ, ഉറച്ചതാണെങ്കിൽ അവിടെ നിൽക്കും, പൊളിഞ്ഞു പോകേണ്ടതൊക്കെ പൊളിഞ്ഞു പോവും. ഉടൻ തന്നെ ഞാൻ ആ പുസ്തകം എടുത്തു. ഞാൻ ഭയമാണ് മനുഷ്യനെപ്പോഴും ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ഭയമാണ്. ഭയം സൃഷ്ടിക്കുന്നവൻ ഗുരുവും കൂടിയല്ല. പക്ഷെ അതിൽ യഥാർത്ഥം നടക്കുന്നു. അത് അങ്ങേക്ക് അറിയാലോ, എല്ലായിടത്തും ഭയം സൃഷ്ടിക്കാൻ, ഭയമല്ല സ്നേഹമാണ് സൃഷ്ടിക്കാൻ പറ്റുന്നത്. എന്നെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സ്നേഹം, താങ്കളെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സ്നേഹം, ഒരു പാരസ്പര്യമാണ് ഗുരുവിനെ കാണുമ്പോൾ. ഞാൻ എൻ്റെ ചില ഗുരുക്കന്മാരെ കാണാൻ പോകുമ്പം ഞാൻ വളരെ, നിങ്ങൾ ചെറിയൊരു ഗുരുവിനോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റും, ഞാൻ അങ്ങനെ അവരോട് സംസാരിക്കുക. അപ്പോൾ അത്രയും സ്നേഹത്തോട് വിട്ട് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുക, അപ്പോൾ കൈ പിടിച്ച് സംസാരിക്കുക. നമുക്ക് ഒരിക്കലും ഒരു ഗുരു എന്ന് തോന്നാത്ത രീതിയിൽ അവർ പെരുമാറും. പക്ഷെ അവിടെ പരിവർത്തനം സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്നൊരു വ്യക്തി, ഒരു ശിഷ്യനുള്ളട ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഗുരുവായതെന്ന് ഗുരുവിന് തിരിച്ചറിയുമ്പോഴാണ് ശിഷ്യനോടൊരു സ്നേഹം ഉണ്ടാവുക. കുറച്ച് മുന്നേ പറഞ്ഞ അതേ സങ്കല്പമാണ്. അതായത് കുഞ്ഞ് ജനിക്കുമ്പോഴാണ് ഞാൻ അച്ഛനായി എന്ന് പറയുമ്പോൾ കുഞ്ഞിനോട് നമുക്കുണ്ടാകുന്നൊരു ബഹുമാനം, അവൻ്റെ ഇൻഡിവിജ്വാലിറ്റിയോട് നമുക്ക് തോന്നുന്നൊരു ബഹുമാനം, അയാൾ കുറഞ്ഞത് കൊണ്ടൊന്നല്ല അയാൾ നമ്മുടെ മുമ്പിൽ അയാൾ നമ്മുടെ റിഫ്ലക്ഷനാണ് ശരിക്കും. അപ്പോൾ അയാളിൽ നമ്മളെ കാണുക. കുറേ കാലം മുന്നേ ഞാൻ പോയിരുന്നൊരു സ്ഥലം കാണുക ഇല്ലേ, ഞാൻ എൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ പോയിരുന്നില്ലേ, ആ ഗുരു പറഞ്ഞത് ഞാൻ ഫോളോ ചെയ്യുമ്പോഴല്ലേ ഇപ്പം ഞാനിവിടെ ഇരുന്നു, അവൻ അവിടെ ഇരിക്കുന്നു. എന്താ വ്യത്യാസം? അവിടെ പക്ഷേ അവനത് തോന്നാത്തിടത്തോളം കാലം അവനെ ആ തോന്നലിലേക്ക് ഉയർത്തിക്കൊണ്ടെന്ന് ഞാൻ ഒന്നാണ് എന്ന് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക വേണ്ടത്. ഒരു കാലത്ത് അത് ചെയ്യണം. പക്ഷെ അവനിപ്പോൾ അതിന് പാകപ്പെട്ടിട്ടില്ലെങ്കിൽ അവന് പാകപ്പെടുന്നവരെ ശിഷ്യനിരിക്കണം. ഒരു സെൻ കഥയുണ്ട്. ആ സെൻ കഥയിൽ ഒരു വലിയ കോടീശ്വരനായൊരു വ്യക്തി ഗുരുവിനെ അന്വേഷിച്ച് നടക്കുക. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാചകക്കാരന് മാത്രമേ ഉള്ളൂ. അപ്പം എവിടെ പോകുമ്പോഴും വിവിധ സ്ഥലങ്ങളിലേക്ക് പാചകക്കാരന് ഇയാൾ കൊടുക്കണം, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും ഇയാൾ. അങ്ങനെ ഫൈനലി ഇയാൾ കുറേ സീക്ക് ചെയ്തതിന് ശേഷം ഇയാളൊരു ഗുരുവിനെ കണ്ടെത്തിയിട്ട് ഇയാൾ ഇങ്ങനെ എന്തായാലും പറയും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് പറയണം, ഇന്ന് എൻ്റെ ഗുരു വരുന്നുണ്ട്, അപ്പം ഭക്ഷണം നന്നായിട്ട് കുറച്ച് ഉണ്ടാക്കി വെച്ചോളൂ എന്ന് പറയണം. അപ്പം ഗുരു ഭക്ഷണം കഴിക്കാനായിട്ട് വരികയാണ്. അപ്പം ഭക്ഷണം കഴിക്കാൻ വരുമ്പം തീന്മേശയിൽ വിഭവങ്ങളൊക്കെ ഒരുക്കി ഇതായിട്ടിരിക്കുകയാണ്. അപ്പം വിളമ്പി കൊടുക്കാനായിട്ട് ഈ പാചകക്കാരൻ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഉടനെ ഇദ്ദേഹം കൊണ്ടുവന്ന ഗുരു ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീഴാണ് പാചകക്കാരൻ്റെ. അങ്ങെന്താണ് ഇവിടെ? അപ്പോൾ ചോദിക്കുകയാണ്, അല്ല ഞാനിവിടെയാണ്. അപ്പം കൊണ്ടുവന്ന അയാളോട് ചോദിക്കുകയാണ്, എൻ്റെ ഗുരുവാണ്, അതായത് പരമഗുരുവാണ് അവിടെ ഇരിക്കുന്നത്. പരമഗുരുവിനെ കയ്യിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം 12 വർഷത്തോളം അലഞ്ഞു കിടന്നത്. ഇയാളുടെ കൂടെ തന്നെയായിരുന്നു. അപ്പം ഈ പാചകക്കാരൻ പറയാണ്, ഞാനിവൻ പാകപ്പെടുന്നവരെ അങ്ങനെ വെയിറ്റ് ചെയ്തേ ഉള്ളൂ, പാകപ്പെടുമ്പം വേണ്ടത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പാകപ്പെടുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തേ ഉള്ളൂ എന്ന് പറയാണ്. 12 വർഷം ഈ ഗുരുവിൻ്റെ കൂടെ യാത്ര ചെയ്തു, ഭക്ഷണം പാകം ചെയ്തു കൊടുത്തു. പക്ഷേ ഇദ്ദേഹം വന്നിട്ട് കണ്ണൊന്ന് തുറന്നു കൊടുത്തു, ഇതാണ് നിൻ്റെ കൂടെ നടന്നതാണ് നിൻ്റെ ഗുരു. ഇങ്ങനെയും സംഭവിക്കാം. ഞാൻ കുംഭമേളയ്ക്ക് പോയപ്പോൾ ഉണ്ടായൊരു അനുഭവമാണ്. അപ്പം ഒരമ്മ ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് വന്നിട്ട് പറയാം, ഹംകോ ക്യാ ചാഹിയെ ബേട്ട, സൂഖാ റൊട്ടി ഖാന, ഠണ്ട പാനി പീന, മസ്ത് ആനന്ദമേ റഹന. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു, ഭഗവാൻ എന്തായി കേൾക്കുന്നത്, അമരവാണിയോ? ശരിയല്ലേ? കുറച്ച് വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, കൂടുതൽ എന്താ വേണ്ടത്? എല്ലാം വേണം, ഭൗതികതയെ നിഷേധിക്കുകയല്ല ഞാൻ. പക്ഷേ അവിടെ നമ്മൾ കേൾക്കുന്ന ചില വാക്കുകൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ചില സ്പാർക്കാണ്.
അത് ഗുരു എന്നുള്ളത് ഒരു തത്വമായതുകൊണ്ടാണോ അങ്ങ് ആ ഒരു sense? എല്ലായിടത്തും ഗുരുവിനെ കാണാൻ പറ്റും. എൻ്റെ മോളിൽ അല്ലെങ്കിൽ ഒരു കാക്കയിൽ, ഒരു കുരുവിയിൽ ഒക്കെ ഗുരുവിനെ കാണാൻ പറ്റും. ഇപ്പോൾ അവധൂതന്മാർക്ക് 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. ഉം. അതിൽ പലരും ഗുരുക്കന്മാരായിട്ട് വരുന്നുണ്ട്. നായ വരുന്നുണ്ട്, പലതും ഗുരുവായിട്ട് വരുന്നുണ്ട്. എനിക്ക് നേരിട്ടുണ്ടായൊരു അനുഭവം പറഞ്ഞുതരാം. എൻ്റെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരാൻ ഒരു ഇക്ക വന്നിട്ട്, അപ്പം ഞാനിങ്ങനെ തമാശയായിട്ട് എൻ്റെ മോൻ്റെ കൂടെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രുദ്രൻ്റെ കൂടെ ഇക്ക ഇവനെയും കൂടി കൊണ്ടേക്കോ എന്ന് പറഞ്ഞു. തമാശയ്ക്ക്, അതായത് ഇവൻ ഭയങ്കര വികൃതിയാന്ന് പറയാം. അപ്പോൾ ഇക്ക ഗ്യാസ് ഇങ്ങനെ പിടിച്ച് നിൽക്കുവാണ്. അപ്പം ചോദിച്ചു, അങ്ങനെ പറയല്ലേ മോനെ, പ്രപഞ്ചം നിൻ്റെ വാക്കുകളെ പ്രാർത്ഥനയായി സ്വീകരിച്ചെങ്കിലും. ഞാനൊരു 5 മിനിറ്റ് തരിച്ച് നിൽക്കുക. കാക്കരി വിടാൻ പോയില്ല, ഗ്യാസല്ലേ കയ്യിലിരിക്കുന്നത്, എങ്ങാനും എൻ്റെ പുറത്ത് വെച്ചാലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എവിടെ നിന്നൊക്കെയാണ് മെസ്സേജ് വരുന്നത്. ഞാൻ തൃശ്ശൂർ ടൗണിൽ കൂടെ ഇങ്ങനെ നടക്കുക. എന്നിട്ട് അമ്മയോട് ചോദിക്കുക, നീ ഇതൊന്നും കേൾക്കുന്നില്ലേ അമ്മേ? നീ എത്ര ദിവസമായി കരഞ്ഞു വിളിക്കുന്നു, നീ കേൾക്കണില്ലെന്ന് ചോദിക്കുമ്പോൾ ഒരാളിങ്ങനെ നടന്നു വരാം. അയാളുടെ വെള്ള ടീഷർട്ടിൽ ഒരു വരി എഴുതിയിട്ടുണ്ട്, ഐ ആം ലിസണിങ് യു. തൃശ്ശൂർ ടൗണിൽ ഞാൻ നിന്ന് കരഞ്ഞൊരു സാഹചര്യമാണ്. അതായത് +2 കഴിഞ്ഞൊരു സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം പറയുന്നത്. ഞാനതിനെ വിളിക്കുന്നത് ലെറ്റേഴ്സ് ഓഫ് ഗോഡ് എന്നാണ്. നമ്മുടെ ഇൻബോക്സിലൊക്കെ എന്തോരം ലെറ്റർ വന്ന് കിടക്കുന്നുണ്ടാവും, നമ്മൾ പരിഗണിക്കാതെ, നമ്മൾ ശ്രദ്ധിക്കാതെ എത്ര ഇൻബോക്സ് ഫുള്ളായിരിക്കും ചിലരുടെയൊക്കെ. എന്നിട്ട് നമ്മൾ വേറെ ചില കത്തുകളും തേടി നടക്കുകയാണ് നമ്മളെല്ലാം. എന്നിട്ട് പറയുകയാണ്, ഇതൊന്നും നീ എൻ്റെ ഒന്നും കേൾക്കണില്ല. അമ്മ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലല്ല റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലല്ല ആ റെസ്പോൺസ്, പക്ഷേ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓപ്പൺ ആവുന്നതിനനുസരിച്ച് നമുക്കത് കേൾക്കാൻ പറ്റും. ആരിലൂടെയൊക്കെ റെസ്പോണ്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കുറച്ച് മുന്നേ അങ്ങ് പറഞ്ഞ പോലെ ഗുരു ഒരു തത്വമായിട്ട് എടുക്കുകയാണെങ്കിൽ ഏതിലൂടെയും ഇത് വരാം. നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി ഏതിലൂടെയും കടന്നു വരാം, ഏത് വഴിയിലൂടെയും കടന്നു വരാം. അത്ര മനോഹരമായിട്ട് സംഭവിക്കും. അതാണ് യോഗം, അതാണ് യോഗ. നിങ്ങളിങ്ങനെ ഓപ്പണായിട്ട് പ്രപഞ്ചത്തിൽ ലയിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അപ്പം തന്നെ ആൻസർ വരുന്നു. അതിന് നിങ്ങൾ പാകപ്പെടുന്നു. എവിടെയും നിങ്ങൾക്ക് ഗുരുവിനെ കാണാൻ സാധിക്കുന്നു. 2 ഗുരു, കാരണഗുരു ഉള്ളിലിരുന്ന് കാര്യഗുരുക്കന്മാരിലേക്ക് നിങ്ങളെ നയിച്ചുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെ തന്നുകൊണ്ടേയിരിക്കുന്ന മനോഹരമായൊരു പ്രക്രിയ. ഇതിൽ കൂടുതൽ എന്ത് വേണം? കുറച്ച് മുന്നേ ചോദിച്ച പോലെ ഒരു ഉറുമ്പിൽ ഗുരുവിനെ കണ്ടെത്താൻ പറ്റും. ഒരു ഉറുമ്പിന് ശരീരഭാരത്തിനേക്കാൾ 8 ഇരട്ടി ഭാരത്തിനെ എടുക്കാൻ പറ്റും. നോക്കുമ്പോൾ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ 10-1 ചെയ്യും. തേനീച്ച, അത് ഒരു സൂഫി കഥയുണ്ട്. ആ സൂഫി കഥയിൽ പറയുന്ന മനോഹരമായിട്ടുള്ളൊരു രസമുണ്ട്. ബാഗ്ദാദിലെ തെരുവിലൂടെ രാത്രി ഇങ്ങനെ നടക്കുവാണ്, വളരെ വിശന്ന്, ഭക്ഷണവും വെള്ളത്തിനൊക്കെ വളരെയധികം ആഗ്രഹത്തോടു കൂടി നടക്കണം, കുഴഞ്ഞു വീഴാറായിട്ട്. അപ്പോൾ ഒരാൾ മുന്നിൽ പ്രത്യക്ഷപ്പെടണം. അപ്പോൾ അയാൾ ചോദിക്കണം, അങ്ങ് എന്താണ് ഇതിലൂടെ നടക്കുന്നത്, എന്താണ്? വളരെ തളർന്ന് കാണപ്പെടുന്നുണ്ടല്ലോ, എന്താണ് കാരണം? തളർച്ചയിലാണല്ലോ. അപ്പോൾ അദ്ദേഹം വളരെ അവശനാണ് ഞാൻ, എനിക്ക് കുറച്ച് വെള്ളമെങ്കിലും കുടിക്കാൻ കിട്ടണം, കുറച്ച് ഭക്ഷണം വേണം, അല്ലാണ്ട് പിടിച്ചെടുക്കാൻ പറ്റില്ലേ പറയണം. അപ്പോൾ അദ്ദേഹം പറയണം, ആ കണ്ടുമുട്ടിയ ആൾ പറയണം, എൻ്റെ കൂടെ വരുന്നതിൽ അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ ഞാനതെല്ലാം സൗകര്യമെല്ലാം ഒരുക്കി തരാമെന്ന് പറയാം. അപ്പോൾ സൂഫി ഗുരു ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ പറഞ്ഞ, വിരോധമില്ലെങ്കിൽ? അല്ല, ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് ഈ ഓഫർ നിരസിച്ചേക്കും. അപ്പോൾ ചോദിക്കണം, അത് എന്താണ് കാരണം? ഞാനൊരു കള്ളനാണ്, രാത്രി ഇങ്ങനെ കക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാനങ്ങനെ ഓഫർ, അതായത് എവിടെയാണ് ഒരു സാധ്യത എന്ന് ഞാനിങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് നിങ്ങളെ കണ്ടത്. അപ്പം എനിക്കെന്തോ താങ്കളെ കണ്ടപ്പോൾ സഹായിക്കണം തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ സൂഫി ഗുരു പെട്ടെന്ന്, അയ്യോ വേണ്ട, അങ്ങനെ ആണെങ്കിൽ വേണ്ട എന്ന് പറയണം. അപ്പോൾ കള്ളനൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് അങ്ങയ്ക്ക് ഭയമുണ്ടോ? ഞാൻ അങ്ങയെ തിരുത്തും, അല്ലെങ്കിൽ അങ്ങയുടെ ആ ഒരു അങ്ങയെ കൂടി ഞാൻ കള്ളനാക്കുമെന്ന് ഭയം അങ്ങേക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉടൻ തന്നെ സൂഫി ഗുരു ഒരു നിമിഷം നിൽക്കുകയാണ് അവിടെ. ആ കള്ളനിൽ സൂഫി ഗുരുവിനെ കണ്ടെത്തുകയാണ്. അതായത് എന്നെ തിരുത്താൻ മാത്രം പ്രഭാവം ഈ നിൽക്കുന്ന വ്യക്തിക്കുണ്ടെന്നുണ്ടെങ്കിൽ അതെൻ്റെ ഗുരുവാണല്ലോ. അപ്പോൾ പറയണം, ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയാം. അങ്ങനെ വീട്ടിൽ പോവും. അങ്ങനെ ഒരു മാസത്തോളം ഈ സൂഫി ഗുരു ഈ തസ്കരൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും കള്ളൻ പുറത്തു പോകും.
ഓടൊക്കെ തുറന്നിട്ട് ആൾക്കാരൊക്കെ ഉറങ്ങുന്നത് സമാധാനത്തോടു കൂടി നോക്കിയിരുന്ന് തിരിച്ചു വരും. കാരണം ഈ സൂഫി ഗുരുവിൻ്റെ പ്രഭാവം ഈ കള്ളനിലുള്ള കക്കണമെന്നുള്ള ചിന്തയെ തിരുത്തി, പക്ഷേ ആ പ്രവൃത്തി മൂപ്പര് മറന്നില്ല. അപ്പോൾ ഒരു മാസം നിന്നപ്പോൾ സൂഫി ഗുരുവിന് ഒരു കാര്യം മനസ്സിലായി, കുറച്ചുകൂടി ഞാൻ താമസിച്ചു കഴിഞ്ഞാൽ കള്ളൻ ചിലപ്പോൾ പട്ടിണിയായിട്ട് മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് നമ്മളിലുള്ള ഒരു വിശ്വാസം, ആ ട്രസ്റ്റ്, ഡീപ്പ് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കൂടി ഈ യോഗം എന്ന് പറയുന്ന സാധനത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രാധാന്യമുണ്ട്. കുറച്ച് മുന്നേ വെച്ചില്ല, കുട്ടികളിൽ നമ്മൾ ചെറുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലോ അവൻ്റെ കഴിവുകളിലുമുള്ള വിശ്വാസം ഊട്ടിയുറപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ നമ്മളെപ്പോഴും പോകുമ്പോൾ പാരൻസ് മീറ്റിംഗ്, ടീച്ചേഴ്സ് മീറ്റിംഗ് കാണാറുണ്ട്. എന്നെ പലപ്പോഴും ടീച്ചർ വിളിക്കും. അപ്പോൾ ഞാൻ പറയും, ഇല്ല ടീച്ചർ, എനിക്ക് വരാൻ വയ്യ, എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കുട്ടി പഠിക്കാൻ കുറച്ച് പുറകിലാണ്, ഒന്നും കൂടി ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ആരും എന്നാലും പറയാം, മിടുക്കനാണ്, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നന്നായിക്കോളും, അത്രേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ കുട്ടികളാണല്ലോ, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പം എല്ലാവരും കുട്ടികൾ, ഞാൻ അന്ന് പാരൻസ് മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. കുട്ടികൾ, അമ്മമാർക്ക് വരണമെന്നില്ല, അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു നല്ല വാക്ക് കേൾക്കണമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുമ്പോൾ ഞാൻ പറയാം, നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഒരു അമ്മ എന്നോട് പറഞ്ഞു, ഇല്ല ഇവൻ വളരെ മോശമാണ്, സാറെന്താ ഇങ്ങനെ പറയുന്നത്, അവൻ നേരത്തിന് മറ്റേ ഹോംവർക്ക് ചെയ്തിട്ടില്ല, വൈകുന്നേരം എല്ലാ ദിവസവും വന്ന് പഠിക്കുന്നില്ല, അങ്ങനെ കുറേ പരാതികൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, നിങ്ങളിതൊക്കെ ചെയ്തിട്ടുണ്ടോ? അല്ല, സത്യമായിട്ട് പറയൂ, മകൻ ഇവിടെ നിൽക്കണ്ട, സത്യം പറയാവൂ, ചെറുപ്പത്തിൽ നിങ്ങളുടെ ഈ ക്ലാസ്സിൽ, ഇതേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങളിതൊക്കെ ചെയ്തിട്ടുണ്ടോ? ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കൂ. നമ്മൾ മകനെ വിമർശിക്കാൻ മാത്രം നമ്മൾ വളർന്നിട്ടുണ്ടോ? അവൻ തെറ്റായ വഴിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അമ്മയോട് ഞാൻ പറഞ്ഞ കാര്യമാണ് പറയുന്നത്, അതായത് അവൻ വേറൊരു വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവനെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷേ കൃത്യസമയത്ത് ഇങ്ങനെ പഠിച്ചിട്ടില്ല, അത് അവൻ്റെ പ്രായത്തിൽ അവൻ അങ്ങനെയാണ്, അവനെ ജസ്റ്റ് ഒന്ന് ഇൻസ്പയർ ചെയ്യാൻ മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, അങ്ങ് പറഞ്ഞത് തന്നെ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ പേരൻസ് ഒരു PTA മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് പല സമയത്തും നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് വളരെ അൺവാണ്ടഡായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ആവശ്യമില്ലാതെ അവരെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരുടെ കാര്യത്തെ പറയുകയോ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതേപോലെ എൻ്റെ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരാൾ ജോലി ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങ് ടീച്ചർ ആയതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു അങ്ങേക്ക് അതിൽ എഗ്രി ചെയ്യുന്നുണ്ടാവും, ഒരു അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാത്തൊരു ജോലിയാണ് ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആരും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാറില്ല, അല്ലേ? നിങ്ങൾ തന്നെ സന്തോഷം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പം ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ മക്കളുടെയൊക്കെ PTA മീറ്റിങ്സിന്, മോസ്റ്റ് ഓഫ് ദ PTA മീറ്റിങ്സിന് ഞാൻ പോകും. കാരണം എൻ്റെ PTA മീറ്റിങ്സിനൊന്നും എൻ്റെ അച്ഛൻ വരാറില്ല, അമ്മ മാത്രമേ വരാറുള്ളൂ. ഇവിടെ ഞാനും ഞങ്ങൾ രണ്ടുപേരും പോകാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ തന്നെ ഇത്ര മോശം അവസ്ഥ ഉണ്ടായിട്ട് പോലും, ഇപ്പോൾ നന്നേ കളിക്കുന്ന ആളാണ്, പക്ഷേ കുട്ടികളെ പറ്റി എന്ത് നല്ലത് പറഞ്ഞാലും ഇനി എന്തെങ്കിലും വളരെ നെഗറ്റീവായിട്ട് പറഞ്ഞാലും നമ്മളെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിനെയാണ്. നമ്മൾ പറയുന്നത് വാട്ട് ഈസ് ഈസ് ടുഡേ ആൻഡ് വാട്ട് ഷീസ് ടുഡേ ഈസ് ഓൺലി ബിക്കോസ് ഓഫ് യു. നിങ്ങൾ കാരണമാണ് ആ കുട്ടി ഇങ്ങനെ ആയത് എന്ന് പറയുന്നിടത്ത് ആ ടീച്ചറുടെ ശ്രദ്ധ കൂടുകയും ആ ശ്രദ്ധയ്ക്കൊരു ആ കുട്ടിക്കൊരു ഇമ്പോർട്ടൻസും വരികയാണ്. ഇത് അങ്ങ് പറഞ്ഞ പോലെ അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ക്ലാസ്സിലുണ്ട സമയത്ത് നമ്മൾ ചെയ്തിരുന്നു. അതെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് ക്വസ്റ്റ്യനിങ് ആണത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഗത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം അവനവനോട് സത്യസന്ധനായിട്ടിരിക്കുക എന്നുള്ളത്. അവനവനോട് സംയോജനം, അല്ലേ? അവനവനോട് സത്യസന്ധനായിട്ട്. അതെ, ഇപ്പം ഞാൻ ഒരാളുടെ അടുത്ത് പറയണം, നിങ്ങൾ നിത്യേന ആസനം ചെയ്യണം, പ്രാണായാമം ചെയ്യണം, ധാരണ ചെയ്യണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യണം. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയുടെ വാക്കിനെ പ്രപഞ്ചം വില കൊടുക്കുള്ളൂ. നിങ്ങളോട് സത്യസന്ധനാണ്, നിങ്ങൾ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് കൃത്യമായിട്ട് അവിടെ ഫലിച്ചിരിക്കും. എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ എൻ്റെ അടുത്ത് യോഗം, ഈ ആസനം ഇതൊക്കെ പഠിക്കാൻ വരുമ്പോൾ അവർ പറയണ്ടേ നല്ല എഫക്റ്റാണ് എന്ന് പറയും. അപ്പോൾ ഞാൻ പറയാം, അത് എൻ്റെ അല്ല, പ്രപഞ്ചം തരുന്നത്. കാരണം ഞാൻ ഇന്ന് രാവിലെയും കൂടി നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ വന്നേക്കണേ. ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വന്നത്? അതെ, ജപം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അത് 5 മിനിറ്റ് 10-15 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ടാണ്. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് വിഷമമില്ല, കാരണം അവിടെ പ്രപഞ്ചം എനിക്ക് വേണ്ടി ഒരുക്കി തന്നൊരു കാര്യമുണ്ട്. താങ്കൾ പറഞ്ഞ സമയം, ഞാൻ പറഞ്ഞ സമയത്ത് നിന്ന് താങ്കൾ തന്നെ കുറച്ച് മാറി, ഞാനൊരു 10 മിനിറ്റ് ലേറ്റാണ്, ഞാൻ 1 മണിക്കൂർ ലേറ്റായോ എന്ന് വിചാരിച്ചിട്ട് ഓടി വരുമ്പോഴാണ് ഞാൻ മെസ്സേജ് നോക്കുമ്പോൾ ഞാൻ പക്ഷേ 10 മിനിറ്റ് ലേറ്റായത് ശരിയല്ല. പക്ഷേ അത് ഞാൻ ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞല്ലോ, അങ്ങ് ഒരിക്കലും നിങ്ങളുടെ സാധന
സി യഥാ ഗുരു തഥാ ശിഷ്യ എന്നുള്ള പറഞ്ഞത്. അപ്പോൾ ഗുരു തന്നെ ഒരു കറക്റ്റായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ശിഷ്യനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ശിഷ്യനെ കാണുമ്പോൾ നമ്മുടെ ക്വാളിറ്റി മനസ്സിലാക്കാൻ കൃഷ്ണേട്ടൻ എന്നോട് പറയാറുണ്ട്, കൃഷ്ണകുമാർജി എപ്പോഴും പറയുന്ന ഒരു കാര്യം, ബാലാനന്ദ ഭൈരവൻ. അതെ, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഗുരുവിൻ്റെ പ്രാണനാണ് ശിഷ്യനിലേക്ക് വ്യാപരിക്കുന്നതെന്ന്. 100%. ഞാനതിങ്ങനെ ഒരു മിനിറ്റ് ഇരുന്ന് ആലോചിച്ചു. ഞാനിരുന്ന് ആലോചിച്ചപ്പോൾ ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴേ എൻ്റെ ശിഷ്യന്മാർ സന്തോഷമായിട്ട് ഇരിക്കുള്ളൂ, എൻ്റെ മക്കൾ സന്തോഷമായിട്ട് ഇരിക്കുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു മൂമെൻറ്റിൽ എനിക്ക് എങ്ങനെ വിഷമിക്കാൻ പറ്റും? എനിക്ക് വിഷമിക്കാനുള്ളൊരു സാധ്യതയില്ല. റീൽസ് കട്ട് ചെയ്യേണ്ട സാധനമാണത്. സത്യമായിട്ടും അത് അങ്ങനെ കൊടുക്കാൻ സാധിക്കണം. നമ്മൾ സന്തോഷമായിട്ടിരിക്കണം. നമ്മൾ സന്തോഷമായിട്ട്, അതായത് എൻ്റെ പിതാവാണല്ലോ അല്ലേ, പിതാവാണ്. ഞാൻ സന്തോഷമായിട്ടിരിക്കുമ്പോൾ എൻ്റെ മക്കളൊക്കെ സന്തോഷമായിട്ടിരിക്കും. കാരണം എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവം സന്തോഷവാനാണ്. അതായത് കൃഷ്ണൻ ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന കൃഷ്ണനെ ഞാൻ ഓർക്കുമ്പോൾ, അതായത് സ്നേഹത്തോടു കൂടി ഇരിക്കുന്ന കാളീനെ ഞാൻ ഓർക്കണ സമയത്ത് ആ കാളി സന്തോഷവതി ആയതുകൊണ്ടാണ് ഞാൻ സന്തോഷവതിയായിരിക്കണേ അല്ലേ? അപ്പം എൻ്റെ ഗുരു സന്തോഷവാനായിട്ടിരിക്കുമ്പോൾ, എനർജറ്റിക് ആയിട്ടിരിക്കുമ്പോൾ അതെല്ലാവരിലേക്കും വ്യാപരിക്കും. അവിടെ ഉണ്ടാകുന്ന, അതാണ് ആശാൻ അക്ഷരം 1 പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യനെന്ന് പറഞ്ഞത്. അത് 51 തെറ്റായി മാറും. അക്ഷരം മാത്രമല്ല, ശിഷ്യനോ ഗുരുവിനോ ഒരെണ്ണം പിഴച്ചാൽ ഈ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവർക്കും പിഴയ്ക്കും. ഇവിടെ ഉള്ളിലെ പ്രാണം തെറ്റിയാൽ ഇവിടെ എല്ലായിടത്തും പോകും. നമ്മൾ അത്രത്തോളം ഐക്കണിക്കായിട്ട് ജീവിക്കുക എന്നുള്ളത് ഒരു ഗുരുവിൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ്. ഇതിപ്പം ഏറ്റവും രസകരമായ ഒരു കാര്യം, കളി ജയിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരുപാട് പേരുണ്ട്. കളി തോറ്റാലോ അതിൻ്റെ ഉത്തരവാദിത്തം കൊണ്ട് നമ്മൾ ഏറ്റെടുക്കണം. എനിക്ക് തെറ്റുപറ്റി, എനിക്ക് പഴിച്ചു പോയി, കുഴപ്പമില്ല, പക്ഷേ അതെനിക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. അവിടെ ദേവത നമ്മുടെ കൂടെ നിൽക്കും. ഈ ചഞ്ചല ചിത്തമായ മനസ്സിൽ ദേവത നോക്കി നിൽക്കുക, എവിടെ നിൽക്കണം, ഈ ആദ്യം ഒരു തീരുമാനം എടുക്കുക, ഞാൻ അവിടെ നിൽക്കാം. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ഇരുന്നപ്പോൾ അമ്മ പറയാം, ഉള്ളിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ഒരു ഇൻറ്റേർണൽ ടോക്കുണ്ട്, പേഴ്സണലായിട്ട് പറയുന്നത് ഒരു ഇൻറ്റേർണൽ ടോക്ക്. അതിൽ പറയാം, നീ ഒരു തീരുമാനം എടുക്കുക, ഞാൻ അവിടെ നിൽക്കാമെന്ന് പറയാം. നിനക്കിതൊരു തീരുമാനം എടുക്കായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. ഞാൻ എവിടെയെങ്കിലും കയറി നിന്ന് നിനക്ക് ബുദ്ധിമുട്ടുണ്ടായല്ലോ ഭാവിയിൽ, അത് പാടില്ല, നീ ആദ്യം ഒരു തീരുമാനം എടുക്കുക. അപ്പോഴെനിക്ക് മനസ്സിലായത്, തീരുമാനം ഞാൻ എടുത്താൽ അമ്മ ഡ്രൈവ് ചെയ്തോളൂ അതിലേക്ക്, പ്രപഞ്ചം അതിലേക്ക്. പൗലോ പറയുന്നില്ലേ, നിങ്ങളെടുക്കുന്ന തീരുമാനം അത്രയും ദൃഢമാണെങ്കിൽ പ്രപഞ്ചം മുഴുവൻ അതിനെ സാധൂകരിക്കാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നില്ലേ. അത് ഈ ഒരു കൺസെപ്റ്റിലും കൂടി പറഞ്ഞാൽ, നമ്മളൊരു തീരുമാനം എടുത്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് ഈ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ മൈൻഡ് സെറ്റും കൂടി, വാരിയർ മൈൻഡ് സെറ്റ് എന്ന് ഞാൻ എന്നെ വിളിക്കും, വീരന്മാരുടെ മനോനില എന്നുള്ളത്. ഒരു യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നിലവാരത്തിൽ ഒരു വീരൻ്റെയും ഒരു യോഗിയുടെയും കോമ്പിനേഷൻ ആയിരിക്കണം, കൃത്യമായ കോമ്പിനേഷൻ. വീരൻ്റെ ധൈര്യം, യോഗിയുടെ ശാന്തത, യോഗിയുടെ സന്തോഷം, തീരുമാനങ്ങൾ എടുക്കാനുള്ള വീരൻ്റെ കഴിവ്, ഇതൊക്കെ ചേർന്നതായിരിക്കണം ഒരു വ്യക്തി. അപ്പോഴാണ് കൃത്യമാവുക. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ രണ്ടിനെയും ബ്ലെൻഡ് ചെയ്യാനുള്ളൊരു കാരണം, യോഗവും കളരിപ്പയറ്റും ബ്ലെൻഡ് ചെയ്യാനുള്ളൊരു കാരണം കൂടി അതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ടും കൃത്യമായ അളവിൽ, യോഗത്തിന് യോഗം, അഭ്യാസത്തിന് അഭ്യാസം, ഇരുപ്പിന് ഇരുപ്പ്, ജപത്തിന് ജപം, അപ്പോൾ കൃത്യമായി അവിടെ കൃത്യമായിട്ട് പോകും. നമ്മൾ കൃത്യത ഉണ്ടായിരിക്കും നമുക്ക് ചെയ്യുന്ന പ്രവൃത്തിയിൽ. കോൺഫിഡൻസിന് ഒരു തരി പോലും നമുക്ക് കുറവ് വരില്ല. ഇപ്പോൾ നമ്മൾ യോഗ എന്നുള്ള കോൺസെപ്റ്റ് ഒന്ന് മെഡിറ്റേഷനിലേക്കും ധാരണയിലേക്കൊക്കെ വന്നല്ലോ. ഇപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിപ്പിക്കുന്ന സാധനമാണ്. എനിക്ക് ആക്ച്വലി ആ പേര് പെട്ടെന്ന് എനിക്ക് ആലോചിച്ചപ്പോൾ വന്നില്ല, മൈൻഡ്ഫുൾനെസ്. അപ്പോൾ അത് എപ്പോഴും അധികം ഇപ്പം എന്താ പറയുക, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഡൂയിങ് ലോട്ട് ഓഫ് കോഴ്സസ്, അങ്ങനത്തെ ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് യോഗയുടെ ഭാഗമാണ്. അതെ അല്ലേ, അത് യോഗയുടെ ഭാഗമാണ്. ഇപ്പം അങ്ങ് ഈ പറയുന്ന സെൻറ്റൻസുകൾ, ഇപ്പം നമ്മൾ പറഞ്ഞ കുറേ സ്റ്റോറിയിലൊക്കെ തന്നെ ഒളിഞ്ഞു കിടക്കുന്നൊരു സാധനം നമ്മളീ പറഞ്ഞ അഫർമേഷൻസ് ഒക്കെയാണ് അല്ലേ, ഇന്ന് സോ കോൾഡ് ആൾക്കാർ ചെയ്യുന്ന ലോ ഓഫ് അട്രാക്ഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം ഈ മൈൻഡ്ഫുൾനെസ് അങ്ങയുടെ ഈ അങ്ങ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ്സിൻ്റെ ഭാഗമാണോ? തീർച്ചയായിട്ടും. ജീവിതം മൊത്തം ഒരു സാധനയാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഇൻസ്പിറേഷൻ, നമ്മൾ കൊടുക്കുന്ന ഇൻസ്പിറേഷൻ. നമ്മളെങ്ങനെ ഒരു ദിവസം തുടങ്ങുന്നത്, ഇതൊക്കെ ഒരു അഫർമേഷനും ഇതിൻ്റെയൊക്കെ ഭാഗമാണ്. ഇപ്പം രാവിലെ എഴുന്നേറ്റിരുന്ന് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഞാൻ വിശദീകരിക്കും.
കൈ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു കരാഗ്രേ വസതി ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതേ ഗൗരി പ്രഭാതം കരദർശനം. വേറൊരു വേരിയേഷൻ കേട്ടിട്ടുണ്ടാവും, കരമൂലേ തു ഗോവിന്ദ. കുഴപ്പമില്ല, പക്ഷേ ഞാൻ കരമൂലേ സ്ഥിതേ ഗൗരി എന്ന് പറയും. കരാഗ്രേ വസതി ലക്ഷ്മി, ലക്ഷ്മി എൻ്റെ കൈത്തുമ്പിലിരിക്കട്ടെ. കരമധ്യേ സരസ്വതി, സരസ്വതി ഇവിടെ ഇരിക്കട്ടെ. കരമൂലേ സ്ഥിതേ ഗൗരി, ഇതൊക്കെ ചെയ്യണമെങ്കിൽ കൈത്തണ്ടയ്ക്ക് ബലം വേണം, അമ്മ ഇവിടെ ഇരിക്കൂ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഭൂമിയിലേക്ക് നോക്കിയിട്ട് തൊട്ടിട്ട് സമുദ്രവസനീ ദേവി പർവ്വതസ്ഥനമണ്ഡലി വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമി. ഞാൻ ദേ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്, ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, ഞാൻ ദാ ക്ഷമിക്കുക. നമ്മൾ ആരെ ചവിട്ടിയാലും തൊട്ട് തലയിൽ വെക്കില്ലേ. ഇത് കഴിഞ്ഞ് നേരെ കുളിമുറി പോയിട്ട് അടുത്ത് കുളിക്കുമ്പോൾ പറയാണ് ഗംഗയെ യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. 7 നദികളെ അമ്മമാരായിട്ട് സ്മരിച്ചു. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പറയണം അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭി ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാന്തേഹി ച പാർവതി. ജ്ഞാനം കൊണ്ടുണ്ടാകുന്ന വൈരാഗ്യം എനിക്ക് കിട്ടണം എന്നാണ് പറയുന്നത്. വേറൊരു വൈരാഗ്യമില്ല, ജ്ഞാനം കൊണ്ടുണ്ടാകുന്ന വൈരാഗ്യം. ഈ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഊർജം എനിക്ക് അതിനുള്ളൊരു ഉപാധിയായി തീരണം എന്ന് അവിടുത്തെ പ്രാർത്ഥന. ബ്രഹ്മാർപ്പണം നമ്മൾ ചെയ്യാറുണ്ട്. കിടക്കാൻ പോകുമ്പോൾ വീണ്ടും പറയാണ് ത്വമേവ മാതാച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യം ദ്രവണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. എല്ലാം ക്ഷമിക്കൂ. രാവിലെ വീണ്ടും തുടങ്ങുമ്പോൾ നല്ലൊരു ദിവസം. ഇതൊരു അഫർമേഷൻ മെത്തേഡല്ലേ. അപ്പോൾ ഈ ഇപ്പം ഏർലി നൈറ്റിംഗേൾ പുള്ളിയുടെ ടോക്ക് ഭയങ്കര ഫേമസ് ആണ്, ഈ റേഡിയോ ടോക്ക്, പണ്ട് US ടോക്ക്. പുള്ളി ഭയങ്കര രസമാണ് ആ ഓഡിയോ. ഐ തിങ്ക് സമയയുടെ പങ്ക്. പക്ഷേ എനിക്കിത് അതൊക്കെ നമ്മൾ പണ്ട് കേൾക്കുന്നത് നമുക്ക് അവിടെ നിന്ന് അത് കിട്ടുന്ന പോലെ. പക്ഷേ എനിക്കൊന്ന് അവർക്കൊക്കെ ഇത് ഇവിടെ നിന്നാണ് കിട്ടിയിട്ടുണ്ടാവണം 100%. അപ്പോൾ ഈ പറഞ്ഞ അതുപോലെ ലൂയിസ് ഹേ ഇതൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളതാണ്, ക്ഷമ ചോദിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഫോർഗീവ്നെസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനാണ്. ചെയ്ത് ഞാനും കരഞ്ഞു പോകും ചിലപ്പോൾ. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഈ ഇരിക്കുന്നവരെല്ലാവരും, ഞാനത് മാസമായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഒരേ എഫക്റ്റാണ്. നന്ദിയുള്ളവനായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ കാര്യം. മനുഷ്യന് ഏറ്റവും കുറവുള്ള ഒരു സാധനം. ഞാൻ എൻ്റെ ചെറിയ കുട്ടിയായിരിക്കുമ്പം രുദ്രനെയും കൊണ്ട് എൻ്റെ മോനെയും കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് ഞാൻ പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്, എടാ താങ്ക് യു പറയടാ, സേ താങ്ക് യു, നന്ദി പറ, എന്നിട്ട് കളിക്കാൻ വരാൻ പറ നിൻ്റെ കൂടെ, കൃഷ്ണനാണെങ്കിൽ ആരാണെങ്കിൽ എൻ്റെ കൂടെ വാന്ന് പറ. ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന. എനിക്കിത് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഡിസ്കഷൻ വളരെ എനിക്ക് പോഡ്കാസ്റ്റിനേക്കാൾ വളരെ ഫ്രണ്ട്ലി ഡിസ്കഷനായിട്ട് തോന്നുന്നു. ഇതേപോലെ എനിക്ക് തോന്നുന്നു നമ്മളുടെ വൃന്ദാവൻ യാത്രയിൽ ഞാൻ വളരെയധികം മാനസികമായിട്ടും എന്താ പറയുക സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ വൃന്ദാവനിൽ 2-3 തവണ പോവുകയുണ്ടായി. ഒരു ഗൈഡായിട്ടാണ് പോയത് മോജി ചേച്ചിയോടൊപ്പമാണ്. മോജി ചേച്ചി നമുക്ക് ഒരുപാട് മെഡിറ്റേഷനൊക്കെ പഠിപ്പിച്ച സമയമാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഒരു കൂട്ടം ആൾക്കാർ സങ്കടപ്പെടുന്നു, ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് കണ്ണ് നിറയുന്ന ഒരു അവസ്ഥ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങ് ഈ പറഞ്ഞതിൻ്റെ സെയിം സാധനം തന്നെ, പക്ഷേ വേറൊരു ഓപ്പോസിറ്റ്. ഇപ്പോൾ നമ്മൾ പരിക്രമ ചെയ്യാൻ വേണ്ടി പോകും, ഗോവർദ്ധനഗിരിയുടെ പരിക്രമ. സോ ലൈക്ക് ചെളി വെള്ളം എല്ലാം ഉണ്ടാവും, വളരെ ബുദ്ധിമുട്ടാണ്. ഈസി ഒന്നുമല്ല. 10-12 കിലോമീറ്ററോളം എനിക്ക് തോന്നുന്നു. കുറച്ച് കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഒരു വയസ്സായ, കാരണം മോസ്റ്റ് ഓഫ് ദം ഇങ്ങനത്തെ യാത്ര പോകുന്നവർക്ക് വയസ്സായ ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് ഹെർക്കുലിയൻ ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ. ശ്വാസം മുട്ടുള്ള ആൾക്കാരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് ചേച്ചി പറഞ്ഞൊരു കാര്യം, ഞാൻ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് നമ്മളൊരു ഗൈഡാണല്ലോ, ഒപ്പം ചേച്ചിയോടൊപ്പം നിന്ന് എല്ലാ കാര്യം ചെയ്തു കൊടുക്കാം. ഷീ ടോൾ, നിങ്ങൾ സോറി പറയാൻ എവിടെയെങ്കിലും ബാക്കി വെച്ച ഒരാൾ ഉണ്ടാവും, അതെ, അവർ ഫോൺ ചെയ്തിട്ട് സോറി പറയാൻ. ഞാൻ അത് എല്ലാവരും ചെയ്തേ പറ്റൂ. കുറച്ച് നിശ്ചിത സമയം കൊടുത്തിട്ടുള്ളൂ. കുറേ ആൾക്കാർ സ്വന്തം പാർട്ട്ണറെ വിളിച്ച് പറഞ്ഞിട്ട് പൊട്ടിക്കരയണം. കാരണം അത് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മളുടെ ഈഗോ, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ എന്തായാലും മീനിങ് പറഞ്ഞ ഈഗോയുടെ എവർഗ്രീൻ ഒബ്സ്റ്റക്കിൾ, ആ ഒബ്സ്റ്റക്കിൾ നമ്മളെ പിടിച്ച് വെച്ചിട്ട് പറയാത്ത ആൾക്കാർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മകനോട് സോറി പറഞ്ഞ ആളുണ്ട്, മകളോട് സോറി പറഞ്ഞ ആളുണ്ട്. എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് എനിക്കറിയാം, ചില സമയം എനിക്ക് റിയലൈസ് ആയിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ആ പറഞ്ഞു കഴിഞ്ഞ് വിതുമ്പണം. അവർ പെട്ടെന്ന് കരഞ്ഞു പോകും. നമുക്ക് ആ ഈഗോ കൊണ്ട് പോകൂലേ. അതെ, അത് ഈഗോ പൊട്ടുമ്പോൾ നമ്മളുടെ കണ്ണ് നന്നായി നിറയും. കാരണം നമ്മൾ അവിടെ മൈൻഡ്ഫുൾനെസ് സംഭവിക്കുന്നില്ല. മൈൻഡ് ഫുള്ളായി ആദ്യം കണ്ണിൽ നിന്ന് 2 തുള്ളി വെള്ളം വരും.
അതിങ്ങനെ വരുന്നത് അത് എന്താ പറയുക, കുറച്ച് മുന്നേ അല്ലേ ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞില്ലേ, വാട്ടറാണ് സ്റ്റെബിലൈസ് ചെയ്യാനല്ലേ. സ്റ്റെബിലൈസ്. അത് പുറത്തേക്ക് നിറകൂടാണ് നമ്മളപ്പോൾ, നിറഞ്ഞ് പുറത്തേക്ക് വരികയാണ്, ഒഴുകുകയാണത്, കണ്ണിന്നാ വരിക. കണ്ണിൽ നിങ്ങൾ എവിടെ മൈക്രോ എക്സ്പ്രഷനെ പറ്റിയൊക്കെ പറയാറുണ്ടല്ലോ ആൾക്കാർ, ഒരിക്കലും മായ്ക്കാൻ പറ്റാത്തൊരു എക്സ്പ്രഷൻ നമ്മുടെ കണ്ണിലിങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്ഷമ പറയല്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയെ നമസ്കരിക്കാറുണ്ട്. ഇത് എത്രയോ ആളുകൾ കാണുന്നതാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കൂ. ജസ്റ്റ് ബോ ഡൗൺ. എൻ്റെ മക്കളുടെ അമ്മ, അവളുടെ ഒരു ദിവസം പോലും എനിക്ക് ചെയ്യാൻ പറ്റില്ല അവൾ ചെയ്യുന്ന ടാസ്ക്. എൻ്റെ അമ്മയെ ഞാൻ നമസ്കരിക്കാറുണ്ട്. അതുപോലെ തന്നെ കണ്ടിട്ട് സെക്കൻഡ് മദർ എന്നാ പറയാം ഭാര്യനെ. കാരണം പകുതി പ്രശ്നങ്ങളോട് തീരുമല്ലോ. പ്രശ്നമല്ല, ഐ മേ നോട്ട് ബി എ ഗുഡ് ഹസ്ബൻഡ് സംടൈംസ്, അല്ലേ? അതല്ലേ ശരിയല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ അവൾ എന്നെ എന്തോരം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ഞാൻ അറിയാതെ എന്തോരം കാര്യം അയാൾ ബാലൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി നോക്കൂ, ദേവി ഉപാസന എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയുടെ മുമ്പിൽ നമസ്കരിക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ അമ്മയുടെ മുമ്പിൽ നമ്മൾ നമസ്കരിക്കും? ചണ്ഡികോമത്തിൽ ചെയ്യുന്ന ബാലനെ നമ്മൾ ചെയ്യുന്നു, ഭൈരവനെ ചെയ്യുന്നു, അല്ലേ? തീർച്ചയായിട്ടും. ഇതിൽ ഞാൻ കുട്ടികൾക്ക് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അമ്മേനെ ഇഷ്ടപ്പെടുക, അച്ഛനേക്കാൾ കൂടുതൽ അമ്മേനെ ഇഷ്ടപ്പെടുക. കാരണം എന്താ വെച്ചാൽ, അമ്മ പോക്കറ്റ് മണി തരുമ്പോൾ മഹാലക്ഷ്മി, വടിയെടുത്ത് അടിക്കാൻ വരുമ്പോൾ കാളി, നിങ്ങളെ കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് സരസ്വതി, ഭക്ഷണം വിളമ്പി തരുമ്പോൾ അന്നപൂർണേശ്വരി, ഇതൊക്കെ നിങ്ങളുടെ അമ്മയിൽ കാണാൻ പറ്റും. ഇത് ഒരു സാധാരണ ഒരു സ്ത്രീയിൽ നമുക്ക് കാണാൻ പറ്റണം. അത് പറ്റാണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവിടെ നമ്മൾ പലതും ചിന്തിക്കും, പക്ഷേ എല്ലാ ദേവതമാരെയും അവരിൽ കാണാൻ പറ്റും. എൻ്റെ ഒരു ഗുരുപരമ്പര അവിടെ തന്നെ ഉണ്ട്. അവിടെ കാണാൻ പറ്റും, നമുക്ക് ഏത് സ്ത്രീയിലും കാണാൻ പറ്റും. അത് കാണാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ വൈഡായി വരിക. എൻ്റെ മോളെ കാണാൻ പറ്റും. ഞാൻ കുംഭമേളയ്ക്ക് മുമ്പ് എല്ലാവരും നമസ്കരിച്ചിട്ട്, ഞാൻ രമ്യനെ നമസ്കരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ഭാര്യയാണ് രമ്യനെ നമസ്കരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം, രമ്യ ഞാൻ എങ്ങനെ തിരിച്ചു വരിക എന്ന് എനിക്കൊരു ഉറപ്പില്ല കേട്ടോ. എല്ലാ യാത്ര മുമ്പിലും ഞാനത് പറഞ്ഞിട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു ഉറപ്പും ഞാൻ കൊടുക്കില്ല, പക്ഷേ ക്ഷമിക്കൂ കേട്ടോ. ആദ്യം മുൻകൂർ ജാമ്യമാണ്, ക്ഷമിക്കൂ, ഇറങ്ങാണ്. ഇതുവരെ ചെയ്തതിനും ഇനിയിപ്പോൾ ഏതെങ്കിലും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ചില സമയത്ത് നമുക്കൊരു ഔട്ട് ഉണ്ടാവാറുണ്ട്, അതായത് ഒരു എക്സ്പാൻഷൻ സംഭവിച്ച് അങ്ങനെ ഇരുന്ന് പോയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ദിവസം അങ്ങനെ പോയിട്ടുണ്ട്. നമുക്ക് നഖമൊന്നും വെട്ടാൻ തോന്നുന്നുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യമാണ് പറയുന്നത്. എനിക്ക് തോന്നണില്ല, കാരണം ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്കിതൊന്നും ചെയ്യാൻ തോന്നണില്ല. ഞാൻ എന്താ ചെയ്യുക? ഒരു ഇന്നർ ജേണിയാണ്. അതെ. അപ്പം കാണുന്ന ആൾക്ക് അത്രയും അത് ആസ്വദിക്കാൻ പറ്റുമെന്നറിയില്ല, പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ കൂടെ നിന്ന് അവളെ നമസ്കരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് കാണുന്ന ഒരുപാട് നമ്മുടെ കുടുംബാംഗങ്ങളുണ്ടായിരിക്കും. അവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ പ്രാക്ടീസാണ് അവർ കൈ പിടിച്ച് കുറച്ച് നേരം അടുത്തിരിക്കുക, മൊബൈലൊന്നായിട്ട് മാറ്റി വെച്ചിട്ട് അവരടുത്ത് കുറച്ചിരുന്ന് വെറുതെ തുറന്നൊന്ന് സംസാരിച്ചു നോക്കും. കേട്ടാലും മതി, വെറുതെ കേട്ടാൽ മതി. ലോകത്തിൽ എന്നെയൊക്കെ ഏറ്റവും കൂടുതൽ കോൾ വരുമ്പോൾ അമ്മ ചോദിക്കും, നിനക്ക് ചെവിക്കൊരു ഒഴിവില്ലല്ലോ, എന്താ നീ? കാരണം ഇവിടുന്ന് ഒന്നും അങ്ങോട്ട് സംസാരിക്കുന്നില്ല, അപ്പം നീ ഇതിങ്ങനെ പിടിച്ച് കുറേ നേരം ഇരിക്കണം. അപ്പം ഞാൻ അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഫ്ലോ ആണ്, കട്ട് ചെയ്യാൻ പറ്റില്ല. അവർ പറഞ്ഞങ്ങോട്ട് ഒഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്നൊരു സമാധാനമുണ്ട്. അത് ആ എൻഡ് പോയിന്റിലേക്ക് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്ന് ഞാൻ പറയും. ഒരു ഗുരു നല്ലൊരു കേൾവിക്കാരനും കൂടി ആയിരിക്കണം എന്നാണ്. കേട്ടോണ്ടേയിരിക്കണം, അവങ്ങനെ കേട്ടോണ്ട് അപ്പോൾ ഒരു മൊമെൻറ്റിലാവും അവനിനി ഒന്നും പറയാനില്ല, കഴിഞ്ഞു, ഫ്ലോ കഴിഞ്ഞു. അവൻ അനുഭവിക്കുന്നൊരു എംപ്റ്റിനെസ് ഉണ്ട്. ശരിക്കും ഗുരു സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഈ എംപ്റ്റിനെസ്സാണ്. പക്ഷേ ഇന്ന് ഒരു പ്രശ്നം ഒരാൾക്ക് പറയാൻ വന്നു കഴിഞ്ഞാൽ ഉപദേശം അല്ല, അപ്പം തന്നെ അയാൾ മറ്റൊരാൾ മോട്ടിവേഷൻ സ്പീക്കർ ആവും. അതിൻ്റെ ആവശ്യമില്ലേ മോട്ടിവേഷൻ സ്പീക്കർ ആവണ്ട. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പം ഈ ഗുരു കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു എംപ്റ്റിനെസ് ഉണ്ട്, അത് തന്നെ സംഭവിക്കും. നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി, ഇവിടെ ഒരു സാധനം വെച്ചു കൊടുത്താൽ മതി. നമ്മളത് എടുക്കാതിരിക്കുകയോ അത് പുറത്തേക്ക് ഒഴുക്കി കളയാനായിട്ടുള്ളൊരു മാധ്യമമായിട്ടിരിക്കും. ഒന്നും പറയണ്ട. അവസാനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കുണ്ട്, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, ഇറ്റ് ഹാപ്പൻസ് എവ്രിവെയർ, നോ വറീസ്. അതും പറയണമെന്നില്ല. ചില സമയത്ത് നമ്മളൊന്നിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ മിണ്ടാണ്ടിരുന്ന് ചിലപ്പോൾ കരയും, ചിലപ്പോൾ നമ്മളൊന്ന് കെട്ടിപ്പിടിക്കും, ഫൈൻ. അത് കൊടുക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഗുരുത്വം ഉള്ളതുകൊണ്ട് സംഭവിക്കുന്നത്. നമ്മളിലൂടെ ഗുരു പരമ്പര ചെയ്യിപ്പിക്കുന്നതാണ്. അതിന് ക്രെഡിറ്റ് നമ്മൾ എടുക്കുന്നില്ല, അമ്മയ്ക്ക് കൊടുക്കും ക്രെഡിറ്റ്. ഞാൻ തിരുവണ്ണാമലയിൽ ഗിരിവലം ചെയ്യാൻ പോകും രാത്രി 12 മണിക്ക്. അപ്പം എനിക്കൊരു പരിപാടി ഉണ്ട്, ഇതുപോലെ രാത്രി ജപമൊക്കെ കഴിഞ്ഞ് ചില സമയത്ത് രാത്രി ഒരൊറ്റ ഇറക്കം, എന്നിട്ട് ഗിരിവലം ആരും ഉണ്ടാവില്ല റോട്ടിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കും, അമ്മേ ഞാൻ കയ്യിൽ പൈസ ഒന്നും എടുത്തിട്ടില്ല, പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പൈസ എടുത്തിട്ടില്ല,
വിശക്കുന്നുണ്ട്, ആരെങ്കിലും ഒന്ന് എനിക്ക് ഭക്ഷണം തന്നു കഴിഞ്ഞാൽ നീ എൻ്റെ വിളി കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വെറുതെ ഞാൻ പറയില്ല, നമ്മൾ ഇൻറ്റേർണലി ഒരു സംസാരം കുറച്ച് മുന്നേ പറഞ്ഞ പോലെ നമ്മൾ വികൃതി കുട്ടിയായിരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു അമ്മ ഭക്ഷണം കഴിക്കുക, ഭിക്ഷക്കാരിയെ പോലെ തോന്നിക്കുന്ന ഒരമ്മ ഭക്ഷണം കഴിക്കുകയാണ്. അവരൊരു ഉരുള ചോറിങ്ങനെ ഉരുട്ടിയിട്ടേ വേണമാ ചോദിക്കുക. ഒറ്റ നിമിഷം ഞാൻ അവിടെ നിന്നിട്ട്, അത് എവിടെ ഞാൻ പറയാം, നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ടുമ്പിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ റോട്ടിൽ നിന്ന് കരയുക, അത് വാങ്ങിക്കാൻ പറ്റുമോ, വാങ്ങിക്കണോ, അത് അമ്മേനെ എൻ്റെ മുമ്പിലേക്ക് ഇത് പറയുകയും ചെയ്തു, നീ കേൾക്കുകയും ചെയ്തു, ഇതെനിക്ക് തരുകയും ചെയ്തു. ഞാൻ കരഞ്ഞിട്ട് ഞാൻ ആ അമ്മേനെ അങ്ങോട്ട് തൊഴുതു. എനിക്ക് കഴിക്കാൻ മനസ്സ് അറിഞ്ഞിട്ടേ കഴിക്കാൻ പറ്റണില്ല. എൻ്റെ മനസ്സങ്ങോട്ട് നിറഞ്ഞിട്ടേ എനിക്കൊന്നും വേണ്ട. പിന്നെ നീ ഇത് കേട്ടല്ലോ. ഇങ്ങനെ എന്തോരം സാഹചര്യങ്ങൾ, ഇത് നമ്മളൊക്കെ ഇങ്ങനെ മിസ് ചെയ്യുന്ന എന്തോരം മൂമെൻറ്റ്സ് ഉണ്ടായിരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ. യഥാർത്ഥത്തിൽ ഇതല്ലേ ആത്മീയത. ജീവിതം എന്ന് പറയുന്നത് ആണ് ആത്മീയത. അല്ലാണ്ട് അത് സെപ്പറേറ്റ് ട്രാക്കും ഭൗതിക ജീവിതം സെപ്പറേറ്റ് ട്രാക്കും. ഇതിങ്ങനെ 2 ട്രാക്കൊന്നുമില്ല, ഇതൊരു ഒറ്റ ട്രാക്കാണ്. അതാ 6 ചക്രം നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഇരിക്കുന്നു. 3 ഭൗതികമായിട്ടും 3 ആത്മീയമായിട്ടും. ഇത് 6 ബാലൻസ് ആകുമ്പോഴേ യു ആർ എ പെർഫെക്റ്റ് ഹ്യൂമൻ ആവുന്നു. ബ്യൂട്ടിഫുൾ ഹ്യൂമൻ, നല്ലൊരു മനുഷ്യനായിരിക്കുക എന്നുള്ള ആ ഭംഗി. ഞാൻ ആളുകളെ കൂടുതലും പഠിപ്പിക്കുന്ന, ഇന്നലെയും കൂടിയും ക്ലാസ്സിൽ പറഞ്ഞവരാണ്, നിങ്ങളെ സ്നേഹിക്കൂ. നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ എല്ലാം സ്നേഹിക്കാൻ പറ്റും. സെൽഫ് ലവ്. കുറച്ച് മുന്നേ പറഞ്ഞ ഈ ഒരു കാര്യം, എന്താ തന്നെ പറയാം, അഫർമേഷൻ്റെ കാര്യം. യത് ഭാവ തത് ഭവതി. ഇവിടുന്ന് പോയിട്ടുള്ള തന്നെയാണ്. നിങ്ങൾ എന്ത് ഭാവിക്കുന്നു അത് ഭവിക്കുന്നു, അതന്നെ ഭവിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ ഈ പറയുന്നത് അതിലെല്ലാ സ്ഥലത്തും നമ്മൾ അമ്മയെ കാണുക. ഇതല്ലേ സാധന. 1 മണിക്കൂർ ജപിക്കുന്ന ജോബാണോ സാധന? കഴിഞ്ഞു, ജോബ് കഴിഞ്ഞോ? ഇനിയിപ്പോൾ ജപിക്കാത്തൊരു ദിവസത്തെ ഒന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ. അത് അതിനേക്കാൾ മനോഹരം. ഒന്നും ജപിച്ചില്ലല്ലോ, 24 മണിക്കൂർ 36 പറ്റി മാത്രമേ ചിന്തിക്കുള്ളൂ. എത്ര മനോഹരമായ നിമിഷം നോക്കൂ. ഏതെങ്കിലും ഒരു സെക്കൻഡിൽ അമ്മയുടെ പേര് അമ്മ എന്ന് പറയാൻ പറ്റുമ്പോൾ നമുക്കുണ്ടാകുന്ന അമ്മേന്ന്, നമ്മുടെ അമ്മേനെ നമ്മൾ വിളിക്കുമ്പോൾ ശരിക്കും 36 അവിടെ നിന്ന് ഈ കോലത്തിൽ വിളി കേൾക്കുക. അവിടെ ഇരുന്ന് അയാൾ കേട്ടോണ്ടിരിക്കുക, അമ്മ കേട്ടോണ്ടിരിക്കുക നിങ്ങളുടെ അമ്മ എന്നുള്ള വിളി. അമ്മ എന്ന് പറഞ്ഞാൽ വലിയ മന്ത്രമല്ലേ. ഓംകാരം അവസാനിക്കുന്നതിന് ഓം അവിടെ അടഞ്ഞു അല്ലേ. സൃഷ്ടി സ്ഥിതി സംഹാരം ആ ഉ ഉം. അടുത്തൊരു വാക്കു സൃഷ്ടി നടക്കണമെങ്കിൽ വായ തുറക്കണം. അമ്മ സൃഷ്ടിയായിട്ട് നിൽക്കുക മുമ്പിൽ. മന്ത്രമാണ്. അമ്മയെന്ന് എല്ലാ ദിവസവും വിളിച്ചാൽ മതി, മന്ത്രമാണ്. ഈ 3 അവസ്ഥകളെ പറ്റിയിട്ട് കേട്ടുള്ളൂ. 3-ൽ കൂടുതൽ അവസ്ഥയില്ലേ. സൃഷ്ടിയിലെ സൃഷ്ടി, സൃഷ്ടിയിലെ സ്ഥിതി, സൃഷ്ടിയിലെ സംഹാരം, സ്ഥിതിയിലെ സ്ഥിതിയിലെ സൃഷ്ടി, സ്ഥിതിയിലെ സംഹാരം. അങ്ങനെയൊക്കെ 9 അവസ്ഥ പോകും. ഇതന്നെ നോക്കിയേ, നമ്മൾ 5 അവസ്ഥകളെ പറ്റി പറയില്ലേ. സ്വപ്നം, സുഷുപ്തി, ജാഗ്രത. സ്വപ്നത്തിലെ സുഷുപ്തി, സ്വപ്നത്തിലെ ജാഗ്രത. 9 അവസ്ഥയിൽ കൂടെ പോകും. 9 അല്ല 10ലേക്ക് കടക്കും. തുര്യം 11ലേക്ക് കടക്കും. തുര്യാതീതം എന്ന് പറയുന്ന അവസ്ഥയിലേക്കും പറയും. ഇത് പണ്ടെൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് എന്താണ് ഈ 4ാമത്തെ അവസ്ഥ, അതിനെ പറ്റിയിട്ട് അഭിപ്രായം എന്ന് ചോദിച്ചു. ഞാൻ വളരെ രസകരമായിട്ട് ഞങ്ങളൊരു ഫ്രണ്ട്ലി ടോക്കിൻ്റെ ഭാഗത്തിൽ ചോദിച്ചു, എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം 4ാം തുര്യാതീതം എന്താ? അപ്പം അവരറിയാം, കട്ടി പിടിച്ച് തുരിയും, അതാണ് തുര്യാതീതം. അപ്പം ഞാൻ നന്നായിട്ടുണ്ടല്ലോ, കട്ടി പിടിച്ച് തുരിയം. ആ വാക്ക് ഭയങ്കര രസകരമായിട്ട് അദ്ദേഹം പറഞ്ഞു, കട്ടി പിടിച്ച തുര്യമാണ് തുര്യാതീതം. അപ്പോൾ ഓരോ മനുഷ്യരായിട്ട് സംസാരിക്കുമ്പം അവരിലൂടെ കിട്ടുന്ന ഇൻസൈറ്റുകളുണ്ടല്ലോ, നമ്മൾ ഓപ്പണായിരുന്നാൽ മാത്രമാണ് നമുക്ക് കേൾക്കാനും ആസ്വദിക്കാനും പറ്റുള്ളൂ. നമ്മളൊരു പ്രീ ജഡ്ജ്മെൻറ്റോട് കൂടിയിട്ട് ഒന്നിനെ സമീപിക്കാതിരുന്നാൽ മതി. ആരും നമ്മുടെ മുമ്പിൽ എങ്ങനെയും വെളിപ്പെടാൻ പറ്റും. നാഗസന്യാസിമാരുടെ അടുത്ത് ഞാൻ ഒരു കുംഭമേളയ്ക്ക് അവരുടെ കൂടെ പോയിട്ടാണ് കുളിച്ചത്. അവരുടെ കോലത്തിൽ തന്നെ പോയിട്ടാണ് കുളിച്ചത് ഒരു വർഷം. അതായത് കഴിഞ്ഞ അർദ്ധ കുംഭമേള പ്രയാഗിലുണ്ടായത്. അപ്പോൾ അവർ വന്ന എല്ലാവരുടെ ഭക്ഷണം വേണോ ചോദിക്കും, എന്നിട്ട് റൊട്ടി കൊടുക്കും, നല്ല വെള്ളം കൊടുക്കും, എന്നിട്ട് കിടക്കണോ ചോദിക്കും. അകത്ത് പോയി കിടന്നോളാൻ പറയും. അപ്പോൾ ഞാൻ അവിടുത്തെ ബാബ ഇരിക്കും, ബാബയോട് ചോദിച്ചു, ബാബ എന്താ അതിങ്ങനെ അറിയുന്ന ചെറിയൊരു ഹിന്ദിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു, അല്ല ഈ വരുന്നത് ശിവനല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ ശിവനാ വരുന്നിച്ചാൽ എന്താ ചെയ്യുക? ആര് ശിവനായിട്ട് വരാമെന്ന്. ഇനി നമ്മുടെ കൺസെപ്റ്റ് നോക്കുക, അതിഥി ദൈവോ. അതിഥി ദൈവമാണ്. തിഥി നോക്കാണ്ട് വരുന്നവൻ അതിഥി, അവൻ ദൈവമാണ്. ആരാ അല്ലാത്ത? അപ്പോൾ മുമ്പിലിരിക്കുന്ന ആൾ ശിഷ്യനാണെങ്കിലും അവൻ്റെ ഉള്ളിലും അവനെ മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്തിയതാരാ? നമ്മുടെ അമ്മ തന്നെ കൊണ്ടുവന്ന് ഇരുത്തിയതാ. അവൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുക, നീ എന്തോരം പാകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എന്നോടുള്ള ചോദ്യമാണ്.
ശിഷ്യൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എന്താണെന്ന് വെച്ചാൽ വൈവ നടന്നുകൊണ്ടിരിക്കുക പരീക്ഷയുടെ. അമ്മ അതിലൂടെ വൈവ ചോദിച്ചുകൊണ്ടിരിക്കുക. അവിടെയാണ് അമ്മ ഇരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നീ എന്തൊക്കെ പഠിച്ചു ഞാനൊന്ന് നോക്കട്ടെ. എന്തെങ്കിലും അബദ്ധം പറയാൻ പറ്റുമോ? അവൻ വലിയൊരു അബദ്ധമായി മാറും. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി, സ്വസ്ഥമായിട്ടിരിക്കാം. അവിടെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഈഗോ കളഞ്ഞിട്ട് എനിക്ക് അറിയില്ല കേട്ടോ കുട്ടി, ഞാനത് അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ മതി. നമ്മൾ എന്തിനാ ഒരാളെ വഴിതെറ്റിക്കുന്നത്? അത് ചെയ്യേണ്ടിയിരിക്കുക. മിസ് ഗൈഡിങ് ഈസ് എ വെരി ബാഡ് തിങ്. ചെയ്യാതിരിക്കുക. അറിയില്ലെങ്കിൽ വേണ്ട, അറിയില്ല എന്ന് പറഞ്ഞോളൂ, വിട്ടോളൂ. അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാം, എൻ്റെ അഭിപ്രായത്തിൽ ഇതിങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ യുക്തിക്ക് ഇതിങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറയാം. പക്ഷേ ഒരിക്കലും ഒരാളെയും മിസ് ഗൈഡ് ചെയ്യാതിരിക്കുക. ഇത് എൻ്റെ പരമ്പര എന്നിലൂടെ പറഞ്ഞതാണ്, എനിക്ക് പറഞ്ഞു തന്നതാണ്. അറിയില്ലെങ്കിൽ അറിയില്ല പറഞ്ഞോളൂ, വഴി തെറ്റിക്കാൻ നിൽക്കണ്ട. ഇതുവരെയും പാലിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ നിമിഷം വരെ അനുഭവങ്ങളെ വെച്ച് മാത്രം സംസാരിക്കാനും അറിഞ്ഞത് മാത്രം പറയാനും സാധിച്ചിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് കരുതുക. അപ്പോൾ യോഗ, കളരി, യോഗ, തായ്ച്ചി, ഇതിൽ നിന്ന് അമ്മയിലേക്കുള്ള യാത്ര എങ്ങനെയാണ് വന്നത്? ഇപ്പം അങ്ങൊരു സാമ്പ്രദായിക ഒരു ഗുരു പരമ്പരയിൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിലേക്കൊരു യാത്രയുണ്ടല്ലോ. കാരണം സയൻസ്, ആത്മീയത, അത് കഴിഞ്ഞൊരു എന്താ പറയുക, നമ്മളല്ലേ ഒരു ഉപാസനയിലേക്കൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഒരു സാമ്പ്രദായിക പരമ്പരയിൽ അല്ലെങ്കിൽ പരമ്പരയിലേക്ക് വരുന്നത് അല്ലേ, വലിയൊരു പരമ്പരയുടെ ഭാഗമാണ് അങ്ങ്. അപ്പോൾ അതിലേക്കുള്ള യാത്ര എങ്ങനെയാണ്? കാരണം നമുക്ക് എപ്പോഴും ആളിപ്പോൾ പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടാവും അമ്മ അമ്മ എന്ന് പറയുന്ന സമയത്ത് അങ്ങൊരു ദേവി ഉപാസകനാണ് അല്ലേ? തീർച്ചയായിട്ടും അമ്മയെ പറ്റി മാത്രമേ പറയുള്ളൂ എവിടെ പോയാലും. ഇത് ഈ കുടുംബാംഗങ്ങൾ മുഴുവൻ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലും അമ്മ ഇരുന്ന് ചിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുക. അത് ആ ഒരു പ്രാർത്ഥനയോടെ ഈ ഒരു വാക്ക് ഇങ്ങനെ ഇടയ്ക്ക് അമ്മ അമ്മ ഞാൻ ഈ പോഡ്കാസ്റ്റിൽ 100 പ്രാവശ്യം പറയുമ്പോൾ അത്രയും തവണ അവർ അമ്മ അമ്മ എന്ന് കേൾക്കില്ലേ, അത്രയും തവണ അവരുടെ ഉള്ളിൽ അമ്മ വിളി കേൾക്കില്ലേ, അത്ര ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഏത് രൂപത്തിൽ വന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് എൻ്റെ എല്ലാ വാതിലും തുറന്നിട്ട് വന്നിരിക്കുക. അപ്പം പലരും ചോദിക്കും കാളി ഉപാസനയാണോ, ആരാണ് ദേവത? ഞാൻ പറയാം എല്ലാ ഫോമും വെൽക്കാം. ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ദീക്ഷയായിട്ട് പോയി ചോദിച്ചിട്ടില്ല എവിടെയും. പോകുമ്പോൾ അതവിടെ അങ്ങനെ സംഭവിക്കുകയാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ അങ്ങ് പറഞ്ഞ പോലെ സംഭവിക്കുകയാണ്. അതെങ്ങനെ പറയാൻ പറ്റും? അത് അവിടെ നടക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ പറയാണ് അതൊരു സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങൊരു അനുഭവം പറയുണ്ടായില്ല. അതെ, അത് നമുക്ക് നമ്മൾക്ക് ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫോംഡ് ഹവ ചെയ്യുക, അല്ലാതെ വിളിച്ച് പറയല്ലോ അല്ല, അത് നമുക്ക് പറയാൻ കഴിയില്ല. അത് ഇല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം അതിലല്ല. ഈ ഒരു പാതയുണ്ടല്ലോ, അങ്ങ് ഇപ്പം അമ്മ എന്നുള്ളൊരു വിളി അങ്ങേക്ക് കിട്ടുന്നത്, ഇപ്പം അങ്ങ് ഭാഗവത നിങ്ങളെ ആ ഒരു വള്ളുവനാടൻ ബെൽറ്റിൽ ജീവിക്കുന്ന ആളാണ് അല്ലേ? അവിടെ എന്തായാലും ഇങ്ങനെ ഒരു വലിയൊരു സമ്പ്രദായമുള്ള സ്ഥലമാണ്. കാരണം ഇപ്പം ഇതിലേക്കൊക്കെ വന്നപ്പോഴാണ് നമ്മളതിൻ്റെ സമ്പ്രദായം വളരെ എന്താ പറയുക സ്ഫുടതയുള്ള ആൾക്കാരാണ് അവിടെ. തീർച്ചയായിട്ടും പ്രൊനൗൺസിയേഷൻ ഈസ് വൺ ഓഫ് ദ കീ അല്ലേ, ഭയങ്കര കീ ആണത്. സാധ്യം എന്നൊക്കെ പറയണത് അല്ലെങ്കിൽ സുഖം എന്ന് പറയുന്നത് അത് കൂടുതലും വലിയ കുറവില്ലാത്ത രീതിയിലാണ്, വളരെ കൃത്യതയാണ്. അതുകൊണ്ടായിരിക്കാം ഇവൻ എന്താ പറയുക നമ്മളെ കലാമണ്ഡലം പോലും അവിടെയാണ്. അതൊരു ഒരു ഫീലാണത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് സാമ്പ്രദായികമായ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ അല്ലേ. ബെൽറ്റ് ഈസ് ഫുൾ ഓഫ് സാധന ചെയ്യുന്ന ആൾക്കാരും ഉപാസകന്മാരുടെ ഒരു വലിയ ബെൽറ്റാണ്. അപ്പോൾ അങ്ങനെ ദേവി ഉപാസനയിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത് കേട്ടിട്ടാണ് പഠിക്കുന്നത്. ലളിതാ സഹസ്രനാമത്തിൻ്റെ ധ്യാന ശ്ലോകം എല്ലാ ദിവസവും അമ്മ ലളിതാ സഹസ്രനാമം ജപിക്കും. അങ്ങയുടെ അമ്മ ആ വീട്ടിൽ സന്ധ്യയ്ക്ക്. ഞാൻ പുറത്തിരിക്കുന്നുണ്ടാവും, ഇതിങ്ങനെ കേൾക്കില്ലേ, അത് കേട്ട് അത് ബ്രെയിനിൽ അങ്ങനെ ഫീഡായിട്ട് തന്നെ ഓണായി വരാൻ തുടങ്ങി. പിന്നെ ഒരിടയ്ക്ക് നവാക്ഷരി എന്ന് അറിയാണ്ട് എവിടുന്നാ അത് ഉള്ളിൽ വന്നൊരു സംഭവമാണ്. അത് തന്നെ അങ്ങോട്ട് ഓണായിട്ട് ജപം തുടങ്ങി. ഞാൻ പലയിടത്തും അന്വേഷിച്ചത് ഏത് മന്ത്രമാണെന്ന് പറഞ്ഞു തരും. അന്ന് ഇതെന്താണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്. അപ്പം പലർക്കും ഇതെന്താണെന്ന് അറിയില്ല എന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് നവാക്ഷരിയാണെന്ന് അന്ന് അറിയില്ല. പിന്നെ വേറെ വളരെ കാലത്തിന് ശേഷം ഞാൻ
ചിലരൊക്കെ പറയില്ല പേടിപ്പിക്കാന്ന് പറയില്ല, അത് അങ്ങനെയൊന്നും ജപിക്കാൻ പാടില്ല കേട്ടോ. അത് ഒരു സ്വാഭാവികമായ അവസ്ഥയാണ്. അതെ, അപ്പം അതൊന്നും അങ്ങനെ ജപിക്കരുത്, അതിന് ദീക്ഷ വേണം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വേണ്ട എന്ന് വിചാരിച്ച് ഒരു അമ്പലത്തിൽ പോയി ഇത് സ്വിച്ചിട്ട് പോലുള്ളിൽ ഓണായിട്ട് ഇങ്ങനെ തന്നെ ജപിച്ചു തുടങ്ങും. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നിർത്താനും പറ്റില്ല, തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പം എന്താ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവസാനമാണ് ഇതൊരാൾ പറഞ്ഞത് ഇത് നവാക്ഷരിയാണ്, പ്രശ്നമൊന്നുമില്ല, അത് എവിടെ നിന്നാണ് കിട്ടിയോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എനിക്ക് സ്വപ്നത്തിലെങ്ങാണ്ട് വന്നിട്ട് എങ്ങനെയൊക്കെ സംഭവിച്ചാണ്, ഇൻസ്റ്റാളായിപ്പോയ ഒരു ആപ്പാണ്, തന്നെ റണ്ണായി തുടങ്ങി, ഓണായി. അത് എത്രയോ വർഷം ജപിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീ ഗുരു ബാബാജിയാണ് ഉള്ളിൽ വന്ന് എപ്പോഴും. അത് 2002 ഒരു സിനിമ വന്നിട്ട് ആ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട്. പിന്നെ അത് അന്ന് നമുക്ക് സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇൻ്റർനെറ്റൊന്നും അത്രയും ഒരു ഇന്നത്തെ പോലെ ഇതല്ലാത്തതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നീട് അങ്ങനെ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി കയ്യിൽ വന്നപ്പോഴാണ് ഞാൻ ആ പുസ്തകം തുറന്നു നോക്കുമ്പോൾ ഈ ചിത്രം കണ്ടിട്ടാണ് ഞാൻ ആ പുസ്തകം എടുക്കുന്നത്. അങ്ങനെ അത് മുഴുവൻ വായിച്ചു. പിന്നെ ആ വഴി കൂടെ കുറേ കുറേ ആൾക്കാർക്ക് അതൊരു വലിയ വഴികാട്ടി. അതെ, വലിയൊരു വഴികാട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബ്രിഡ്ജാണ് ബാബാജി, ഒരു ബ്രിഡ്ജ് തന്നെയാണ് വലിയൊരു. ഞാൻ എപ്പോഴും ഫാദർ എന്ന് വിളിക്കാൻ എൻ്റെ ഉള്ളിൽ എൻ്റെ അച്ഛൻ. സയന്റിഫിക് ആസ്പെക്ട് അല്ലാതെ അല്ലല്ല, എനിക്ക് അനുഭവമുണ്ട്. അത് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള ഒരുപാടുള്ളിലുണ്ട്. അത് ഒരു സമയത്ത് ഒരാളെൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ചോദിച്ചു എനിക്ക് ബാബാജിയെ കാണാൻ പറ്റുമോ, എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോയെന്ന് ചോദിച്ചപ്പം അങ്ങനെ പറഞ്ഞു ഇല്ല, അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് താങ്ങാൻ പറ്റില്ല, നാഡികൾക്ക് അതിന് അത്രയും ബലമായിട്ടില്ല, നിങ്ങൾ ചെതറിപ്പോകുമെന്ന് പറയാം. അന്ന് രാത്രി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി അങ്ങനെ അവിടെ. എനിക്ക് വലിയ വിഷമമായി, കാരണം ഞാൻ അത്രയും ആഗ്രഹത്തിൽ ചോദിക്കുക. കാരണം അവസാനം ഈ ബാബാജിയെ പറ്റി അറിയുന്ന ഒരാളെ കണ്ടുപിടിച്ചാണ് ഞാൻ. അങ്ങനെ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുവാണ്. അപ്പോൾ ആകാശത്ത് സൂര്യപ്രകാശത്തിൽ മുഖമൊന്നും കാണില്ല, ഒരു ഫ്രെയിമാണ് ബാബാജിയുടെ, ശബ്ദവും ഇങ്ങനെ കേൾക്കാണ്ട്. അപ്പോൾ ഈ പറയുന്ന എന്നോട് കാണാൻ പറ്റില്ല പറഞ്ഞ ഒരാൾ സൈക്കിളും ചവിട്ടി കഷ്ടപ്പെട്ട് മല കയറി വരിക, എന്നിട്ട് അവിടെ നിർത്തി വെക്കുവാണ്. എന്നിട്ട് അപ്പോൾ ഞാനവിടെ മുട്ടിക്കിടന്ന് കരഞ്ഞുകൊണ്ട് പറയും ഇതേ ബാബാജി നിൽക്കുന്ന അങ്ങേക്ക് കാണാനില്ലെന്ന് ചോദിക്കുമ്പോൾ അതേ വെറും ആകാശം മാത്രമല്ല, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, അത് നിനക്ക് തോന്നുന്നതായിരിക്കും. ഞാൻ ശരിക്കും കാണുന്നുണ്ട് ബാബാജിനെ. ഈ ഒരു അനുഭവം കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അദ്ദേഹമായിട്ട് കോണ്ടാക്റ്റ് കുറച്ച് കുറഞ്ഞു. തത്തുല്യമായൊരു അനുഭവം തിരുവണ്ണാമലയിൽ വെച്ചൊരു അമ്മ എന്നോട് പറയണ്ടായി, ബാബാജി ഇങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുക. ഇത് റിയലിസ്റ്റിക് ആയിട്ടൊരു അനുഭവമായിട്ട് വന്നത്. ഒരു 3:30 എഴുന്നേറ്റൊരു ഇരിപ്പുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. 3:30 കൃത്യമായിട്ട് എഴുന്നേറ്റ് അവിടെ തന്നെ ഇരിക്കും ഒരു അരമണിക്കൂർ. ഒരു ദിവസം ഞാൻ അങ്ങനെ ഇരുന്ന് എൻ്റെ ബെഡിൽ തന്നെ ഞാൻ ഇരിക്കുക, വേറെ എവിടെ എഴുന്നേറ്റ് പറഞ്ഞില്ല, അവിടെ തന്നെ ഇരുന്ന് അങ്ങനെ കണ്ണടച്ചൊരു 1/4 മണിക്കൂർ അങ്ങനെ ഇരിക്കുക സ്വസ്ഥമായിട്ട്. ഉറക്കമൊന്നുമില്ല ആ സമയത്ത്, തന്നെ എഴുന്നേക്കും ഓട്ടോമാറ്റിക്. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലേക്ക് ഒരു ലൈറ്റ് ഇങ്ങനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരെ മുഖത്ത് ടോർച്ച് അടിച്ച് വെച്ചേക്കുന്നതെന്ന് വെച്ച് കണ്ണൂർ നോക്കുമ്പോൾ ഈ ഒരു സാധനം ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കണ്ണ് തുറന്ന് നോക്കി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിങ്ങനെ പോയിട്ട് ഒരു ഡോട്ടായിട്ട് അവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് ഫുള്ളി ബാബാജി മാത്രം വിചാരിച്ചിട്ടായിരിക്കുന്നത്, വേറെ ഒന്നുമില്ല, വേറെ മനസ്സിലൊന്നുമില്ല, മന്ത്രവുമില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഐ നീഡ് എ പ്രസൻസ് ആൻഡ് ഐ റിയലി ലവ് യു, ഇത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് പ്രയർ. അതുകൊണ്ട് ഞാൻ യോഗ ചെയ്യാനായിട്ട് ഇരുന്നു. യോഗ ചെയ്തിട്ട് ചക്രാസനം ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. ചക്രാസനം ചെയ്തിട്ട് ഞാൻ എഴുന്നേൽക്കുന്നു വീഴുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാലൻസ് പോയി. അന്നേ ദിവസം വിഷ്വലൈസേഷൻ്റെ ഭാഗമാണ്. ശരിക്കും അങ്ങോട്ട് ബാലൻസ് പോയി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചെറുതായിട്ട് എൻ്റെ ഇയർ ബാലൻസിന് ചെറിയൊരു ഇതുണ്ട്. നമ്മൾ കുറേ നമ്മുടെ ശരീരം വെച്ചിട്ട് തന്നെയാണ് പരീക്ഷിക്കുക. കാരണം ഞാൻ പരീക്ഷിച്ച് ഉറപ്പിച്ചൊരു സാധനം ഞാൻ പഠിപ്പിക്കുകയുള്ളൂ. അതെൻ്റെ സ്ഥിരമായിട്ടുള്ള സിസ്റ്റത്തിലുള്ളത്. എനിക്ക് അനുഭവമില്ലാത്തൊരു കാര്യത്തിനെ പറ്റിയിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളത്. കാരണം അനുഭവിക്കാത്തൊരു കാര്യത്തിനെ നമ്മൾ സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു മിസ്കൺസെപ്ഷനായിട്ട് ഞാൻ എടുക്കാറുണ്ട്. അത് അനുഭവം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാം. അപ്പം അന്ന് ഞാൻ അങ്ങനെ വീണു. അങ്ങനെ ഒരു 3-4 ദിവസം എടുത്തു ഞാൻ അന്ന് റിക്കവറായിട്ട് വരാനായിട്ട്. പക്ഷേ പിന്നീട് ആ ഒരു കാര്യം ഞാൻ ഒരാളുടെ അടുത്ത് 2 പേർക്ക് പറഞ്ഞപ്പോൾ തത്തുല്യമായിട്ട് ഈ ബാബാജിയുടെ അനുഭവം അവർക്ക് ഇതേ രൂപത്തിലുണ്ടായിരിക്കുന്നത്. അപ്പം പാറ്റേൺ സെയിമാണ്. അപ്പം ആ പാറ്റേൺ ഞാൻ അറിയാണ്ടോണാണ് റെക്കഗ്നീഷൻ എന്ന് പറയില്ല, ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. യു ആർ ലിസണിങ് മീ എന്ന് പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചാൽ 10 സ്റ്റെപ്പ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വെക്കുക എന്നുള്ളതാണ്. ഞാൻ എല്ലായിടത്തും ഈ വാക്ക് എല്ലായിടത്തും പറഞ്ഞത്. ഒരു ചിന്ത ഉണ്ടായാൽ മതി ബാബാജിയെ പറ്റിയിട്ട്, ഇറ്റ് വിൽ കം ടു യുവർ ലൈഫ് സംഹൗ ഇറ്റ് വിൽ ഹാപ്പൻ.
ഇറ്റ് വിൽ കം ടു യുവർ ലൈഫ് ആൻഡ് ഗൈഡ്. ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് ഒരു തോട്ട് വരുവാണെങ്കിൽ ഇറ്റ് വിൽ ഹാപ്പൻ, ഇറ്റ് ക്യാൻ ഹാപ്പൻ, ഇറ്റ്സ് എൻ അഷ്യൂരിറ്റി. ഇതൊരു അഷ്യൂരിറ്റിയാണ്, സംഭവിക്കാം.